കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടും തികഞ്ഞ ആദരവോടും കൂടെ ബഹുമാന്യ പാസ്റ്റർ ഞാൻ വീണ്ടും കർത്താവിൻ്റെ വചനത്തിനായി ക്ഷണിക്കുന്നു. സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 9 o'clock ആണ് പറഞ്ഞേക്കുന്ന സമയം. നിങ്ങൾ ക്ലോക്കെ നോക്കണ്ട, 9 മണിയാണ് ഞാൻ പറഞ്ഞേക്കുന്ന സമയം. സ്തോത്രം. ചിലപ്പോൾ 5-10 മിനിറ്റ് പോയാലും പരിഭവമില്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരെയും പാസ്റ്റർ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പാസ്റ്റർ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്നേഹത്തോടെ പാസ്റ്റർ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്ക് വിശ്വസിച്ച് വൈകിട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോൾ കടന്നു വന്നിട്ടുള്ളവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടേ പോകത്തുള്ളൂ. എനിക്കിനി നാളെ രാവിലെ 10:30 ആകുമ്പോൾ 11 മണിയാകുമ്പോൾ ചങ്ങനാശ്ശേരി പ്രസംഗിച്ചാൽ മതി. അതുവരെ സമയമുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് സമയമില്ലാത്ത നിങ്ങൾക്ക് സമയമുണ്ട്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനും ഭവനത്തിൽ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞുങ്ങളെ കൂടെ പ്രത്യേകം കൂട്ടിക്കൊണ്ട് വന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാവിലെ സൺഡേ സ്കൂളൊക്കെ ഉണ്ട് ചർച്ചിൽ. എന്നാലും ദൈവദാസൻ 21 ദിവസം ഉപവാസം ഇരിക്കുന്നു. എങ്ങും അങ്ങനെ കർത്താവിൻ്റെ ദാസന്മാർ ഇരിക്കാറില്ല. അത് നിങ്ങൾക്കറിയാൻ മേലാത്തതുകൊണ്ടാണ്. ദൈവദാസന്മാരൊക്കെ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഇരിക്കത്തില്ല. അവരൊക്കെ ഉപവസിപ്പിക്കത്തേ ഉള്ളൂ. എന്നാൽ ഞാൻ 2003 മുതൽ 2002-3 കാലഘട്ടം മുതൽ കർത്താവിൻ്റെ ദാസനെ നേരിട്ടറിയുന്നു. പല സന്ദർഭങ്ങളിലും ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ അദ്ദേഹം ക്ഷണിക്കാറുണ്ട്. വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും 21 ദിവസം വെച്ച് കർത്താവിൻ്റെ ദാസൻ മാറിയിരുന്നത്. വൈകിട്ട് പോലും ചിലരൊക്കെ നല്ല തിരക്കാകുമ്പോൾ വൈകിട്ട് ഒരു നേരം കഴിക്കും. ഞാൻ ഇന്ന് ചോദിച്ചു, പാസ്റ്റർ വൈകിട്ട് ഒരു നേരം കഴിക്കുമല്ലോ? 21 ദിവസം കഴിഞ്ഞേ കഴിക്കൂ. ഒരു ചെറിയ കാര്യമല്ല. അപ്പം ഞാൻ കുഞ്ഞുങ്ങളെ പ്രത്യേകം കൊണ്ടുവന്നത് ദൈവദാസൻ്റെ കൈ അവരുടെ മേൽ ഒന്ന് വെച്ച് പ്രാർത്ഥിപ്പിക്കണം. നമ്മുടെ ഇടയിലുള്ളവരെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയത്തില്ല. സ്തോത്രം. ഞാൻ ഇച്ചിരി അസൂയയും കൂടെ എനിക്കിന്ന് രാത്രി ഉണ്ട്. കാരണം വെച്ചാൽ ദൈവത്തെ പോലുള്ള പുകഴ്ത്തി പറയല്ല, ദൈവത്തെ പോലുള്ള ഒരു കർത്തൃദാസനെ ഒരു രാജ്യത്ത് 2 മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഒത്തിരി ചിലവാക്കിയാണ്. ഞാനൊരു രാജ്യത്ത് ചെന്ന് ശുശ്രൂഷിച്ചിട്ട് ഒരു 2 മണിക്കൂർ KJ തോമസ് കുമളി പാസ്റ്റർ ഞാനും ഒക്കെ ചെന്ന് ഒരു ഒറ്റ മീറ്റിങ്ങിന് ഷാർജയിൽ ചെന്നിട്ട് പോരാന്നൊരു സങ്കടം തോന്നിയിട്ട് ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, എന്നെ കൊണ്ടുവന്നതിന് എത്ര രൂപ ചിലവുണ്ടെന്ന്. ഹോട്ടലിൽ താമസിപ്പിച്ചതിന് വിസായ, ടിക്കറ്റ്, സ്വത്രകാഴ്ച, ഫുഡ് എല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ. ഒരു 2 മണിക്കൂർ പ്രസംഗിച്ചുള്ളൂ ഷാർജയിൽ. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, നമ്മളെ ദൈവം ഓരോ സ്ഥലങ്ങളിൽ ദൈവം ഞങ്ങളെയൊക്കെ അയക്കുമ്പോൾ അവരെന്ത് വില മുടക്കിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ദൈവദാസനെ കുറെ കാലത്തേക്ക്, എത്ര കാലമാണെന്നൊന്നും അറിയത്തില്ല, മേഘം പോകുമ്പോൾ അദ്ദേഹം പോകും. പക്ഷേ ഇങ്ങനെ ഒരു ദൈവദാസനെ ഈ ചർച്ചിനെ കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. സ്തോത്രം. വില നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, എന്നെ താൻ വെളുപ്പിനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ വിളിച്ച് എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. എല്ലാവരും അല്ല, ഞാൻ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിക്കണം. ഇതൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലെ വലിയ ആഗ്രഹവും താല്പര്യവും പ്രാർത്ഥനയാണ്. എല്ലാവരും ദൈവാത്മാവ് തുടങ്ങും. സ്തോത്രം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രവചിച്ച ആളാണ് യെശയ്യാവ്, അല്ലേ? കന്യകയെ കൂടെ വരുമെന്ന് പറഞ്ഞത് യെശയ്യാവാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, യേശു കർത്താവ് നഫ്താലിയുടെ സെബുലൂൻ്റെ അതിരുകളിലൂടെ പോയി ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയ വെളിച്ചം ഉണ്ടാകും. അതൊക്കെ നടന്നില്ലയോ? യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു നഫ്താലിയുടെ സെബുലൂൻ്റെ അതിലൂടെ ഗലീലിലേക്ക് പോയി. പ്രവാചകൻ പറഞ്ഞതിന് നിവൃത്തി വന്നു. വച്ചിട്ടില്ലേ ഇതൊക്കെ? അപ്പോൾ കറക്റ്റാണ്. കർത്താവിൻ്റെ ദാസൻ്റെ പ്രവചനം കൃത്യമാണ്. യെശയ്യാവിൻ്റെ അദ്ദേഹം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. 32-ാം അധ്യായം, യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് നോക്കി, ഒന്ന് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കി. യെശയ്യാവ് 32:15. രാജ്പാസ് ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിൻ്റെ ശുശ്രൂഷകനായ കർത്താവിൻ്റെ ദാസൻ രാജേഷിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റെല്ലാവർക്കും പരിചിതരായ പലരും ഇതിനകത്തുണ്ട്. എല്ലാവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഒരു കാര്യത്തിനും കൂടെയാണ്, മക്കളെ കൂട്ടിക്കൊണ്ട് വന്ന് മോൻ്റെ അടി ഒന്ന് കാണിക്കാം. 9ാം ക്ലാസ്സിൽ പഠിക്കുക. ഇവന് കീബോർഡ് ഇവിടെ ഉപയോഗിച്ചില്ല, പക്ഷേ കീബോർഡൊന്നും ഇല്ലെന്ന് തോന്നത്തില്ല. ഒറ്റ അടി അവൻ്റെ എൻ്റെ മോനും ഇതിൻ്റെ ഉസ്താദാണ്. അപ്പോൾ അവനെ ഒന്ന് കത്തിക്കാനാണ്, നിൻ്റെ അടി കാണിച്ച് അവനെ ഒന്ന് കത്തിക്കാനാണ്. താങ്ക് യു. നിൻ്റെ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പം 32:15 എഴുതിയിരിക്കുന്നത്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ, പുൾപിറ്റിലല്ല വരുന്ന, പള്ളിയിലല്ല വരുന്ന, മർക്കോസിൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വന്ന് ഓരോരുത്തരുടെ മേലും പതിഞ്ഞെന്നാണ്. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. വ്യക്തിപരമായിട്ട് നമ്മളെ ആത്മാവ് തൊടും. ഇന്ന് രാത്രി പ്രതീക്ഷയോടിരിക്കണം. വ്യക്തിപരമായിട്ട് നമ്മളെ ദൈവാത്മാവ് തൊടും. പിളർന്നിരിക്കുന്ന അഗ്നിജ്വാല പോലെ പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. സ്തോത്രം. അത് വലിയ അനുഭവമാണ്. അതിനുശേഷമാണ് എനിക്ക് മാറ്റം വന്നത്. ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ വളരെ ഊന്നൽ കൊടുത്ത്
സ്തോത്രം സംസാരിച്ച് ശുശ്രൂഷിക്കുകയാണ്. കൊർന്നല്യോസിന്റെ വീട്ടിലൊക്കെ പ്രസംഗിച്ചപ്പോൾ അവിടെ എല്ലാവരുടെ മേലും ആത്മാവ് വന്നെന്നാണ്. ഇതിന്റെ ഗുണം മനസ്സിലായത് 2002 മുതലാണ്. സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമല്ല. ചിലർ ഈ സ്നാനപ്പെട്ടു ചോദിച്ചാൽ പറയാൻ പെട്ട് കിടക്കുവാന്ന്, ചിലർ പറഞ്ഞു പെട്ടു പോയെന്ന്. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്, അതൊരു അപേക്ഷയാണ്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവവുമായിട്ടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ്. അപേക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ആയില്ല. സ്നാനപ്പെട്ടാല് എന്തുവാ സംഭവിക്കേണ്ടത്? യേശു സ്നാനപ്പെട്ട് കയറിയിട്ട് ലഡുവും കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു അല്ല, സ്നാനപ്പെട്ട് കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്നാനപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ അടയപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലല്ലിരിക്കുന്നത്. സ്നാനപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിൽ സ്വർഗം തുറന്നായിരിക്കുന്നത്. സ്വർഗം തുറന്നു. ഹല്ലേലൂയ. തുറന്നതുകൊണ്ട് മാത്രമായില്ല, അവിടുന്ന് വരണം. ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ യേശുവിന്റെ മേ വന്നു. യെശയ്യാ പ്രവാചകൻ നേരത്തെ യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം. അപ്പോൾ മരുഭൂമി ഉദ്യാനമാകും. മരുഭൂമി ഉദ്യാനമാകും. അത് രാജസ്ഥാൻ മരുഭൂമി പോലുള്ള മരുഭൂമിക്ക് മാറ്റം വരുന്ന കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ മേലാ വരുന്നേ. അപ്പൊ ആർക്കാ മരുഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അനുഭവിക്കുന്ന മരുഭൂമികളെ ഉദ്യാനമാക്കാൻ നമ്മുടെ മേൽ ആത്മാവ് വന്നാ മതി. ഒരു ആത്മപകർച്ചയ്ക്കായി ഈ ഉപവാസം ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ ജീവിതം അങ്ങനെ മാറിയത്. അതാണ്ടാ യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഈ രാജ്യം എപ്പോഴും യഥാസ്ഥാനപ്പെടുത്തുന്നത്? അപ്പൊ കർത്താവിന് ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ കർത്താവിന് പറയാമായിരുന്നു 1948 എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. തനതായ ഇസ്രായേലിലെ കൊടി ഉയർത്തി അല്ലേ, UN അംഗീകാരത്തോടുകൂടി ഒരു സ്വതന്ത്ര രാജ്യമായി ഇസ്രായേൽ നിലവിൽ വന്നത് 1948 നമുക്കറിയാം. അതെന്റെ കർത്താവിന് പ്രവചിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷേ കർത്താവ് പറയാണ്, അതൊക്കെ പിതാവ് അത് യഥാസ്ഥാനപ്പെടുത്തില്ലെന്ന്. 2-3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. യേശു പ്രസ്താവിച്ച രാജ്യം ഇപ്പോഴാണോ സ്ഥാപിക്കുന്നതെന്നും അതിനകത്തൊരു ചോദ്യമുണ്ട്. എല്ലാം ഉണ്ടെന്നേ. അതിനകത്ത് മറ്റൊരു ധ്വനിയുണ്ട്. വർഷങ്ങളായിട്ട് ഇസ്രായേലിന് സ്വസ്ഥതയില്ല. നമുക്കറിയാം, കിഴക്കേ ദേശത്തു നിന്ന് അമാലേക്കും അതുപോലെ ഫെലിസ്തീനും ഒക്കെ വന്ന് അധിനിവേശം വളരെ ശക്തമായിട്ട് അവിടെ നടക്കാറുണ്ട്. ഇന്നും ഇസ്രായേലിന് സ്വസ്ഥതയുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നുണ്ടോ? ഇന്നും ഒരു സ്വസ്ഥതയില്ല. അപ്പൊ ഇവര് ചോദിക്കുക, എപ്പോഴാ ഇതൊക്കെ ഒന്ന് യഥാസ്ഥാനപ്പെടുന്നത്? അപ്പം കർത്താവ് തന്റെ സമയത്ത്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. യേശു പറയാണ്, എനിക്കിപ്പോ ഒറ്റ കാര്യം എടുത്തുള്ളൂ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേ വരും. നിങ്ങൾ ശക്തി ലഭിച്ച് ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷിയായിത്തീരും. ദൈവമക്കളെ, മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, ദൈവത്തിന്റെ ആത്മ. അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ പാർക്കുക. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. രക്തസ്രാവക്കാരി പ്രസംഗം കേൾക്കാനാന്നോ പോയി? അല്ല. പ്രവചനം കേൾക്കാനാന്നോ? സക്കായിയുടെ കൂട്ട് അവൻ എങ്ങനെയുള്ളവനെന്ന് കാണാനാന്നോ പോയി? പുറകെ കൂടെ ചെന്ന് യേശുവിനെ തൊട്ടു. നമ്മൾ കരണ്ട് കമ്പിയെ തൊടാത്ത എന്തുകൊണ്ടാ കരണ്ട് കമ്പിയെ തൊടാത്ത? വീട്ടിൽ തുണി അലക്കി, അയവള്ളിയെ സ്ഥലമില്ല, അയവള്ളി എല്ലാം നിറഞ്ഞു കിടക്കുക, 2-3 തുണിയുടെ ബാക്കിയുണ്ട്. അപ്പം കരണ്ട് കമ്പി ഇങ്ങനെ നമ്മളവിടെ തൂങ്ങിയാണ് കിടക്കുന്നത്. വലിയ പൊക്കമൊന്നുമില്ല. എന്നാൽ 2 മുണ്ട് അതേ വിരിച്ചിട്ടേക്കാവുന്ന. ആരും തീരുമാനിച്ചില്ല. എന്താ കാര്യം? അതേ മുണ്ട് വിരിച്ച് 2:30 കഴിയുമ്പോൾ ഇങ്ങനെ മുറ്റത്ത് കിടത്തേക്കുന്ന ആളാണ്. കറണ്ട് കമ്പിയെ പോയി തൊടാത്തതിന്റെ കാര്യം, അതിലൊരു പവറുണ്ട് ഇല്ലേ? അതേ തൊട്ടാൽ അത് നമ്മളിലേക്ക് ഒഴുകും. അങ്ങനെയാന്നോ? അതേ കയറി തൊട്ടാൽ അതിലുള്ള പവർ നമ്മളിലേക്ക് എന്ത് ചെയ്യും? ഒഴുകും. നമ്മൾ മരിച്ചു പോകും. എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ഒരു പവർ യേശുവിന്റെ മേലുണ്ട്. അത് കൊല്ലുന്ന പവറല്ല, ജീവിപ്പിക്കുന്ന ആത്മാവ്. പറഞ്ഞേ, ജീവിപ്പിക്കുന്ന. കരണ്ട് അടിക്കുന്നവൻ മരിച്ചു പോകും, പക്ഷെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നവന്റെ അകത്ത് ജീവൻ വ്യാപരിക്കും. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. പുറത്തു വലിയ ബലവും കഴിവും ഉള്ളവരൊക്കെ കമ്പിയെ കയറി പിടിച്ചാൽ അന്നേരം അവൻ ബലഹീനപ്പെട്ട് മരിച്ച് ശ്വാസമില്ലാതെയാകും. എന്നാൽ ഈ യേശുവിന്റെ മേ തൊട്ട സ്ത്രീക്ക് സംഭവിച്ചതോടെ മരിക്കുകയല്ല ചെയ്തത്, അവൾക്ക് പെട്ടെന്ന് രക്തസ്രവം നിന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. അവൾ പോയത് യേശുവിൽ നിന്ന് പ്രാപിക്കാനാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വലിയ പ്രസംഗം കേട്ട് തല വലുതാക്കി പോയിന്റ് കുറിച്ചിരിക്കുന്ന അനുഭവത്തിലല്ല പോകേണ്ടത്. എന്ത് സംസാരിക്കപ്പെട്ടാലും ദൈവശക്തി എന്നെ സ്പർശിക്കണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വ്യക്തിപരമായി തൊടുന്ന രാത്രിയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന മരുഭൂമിയുടെ അനുഭവങ്ങളൊക്കെ കർത്താവ് ഉദ്യാനമാക്കി തരും. ആ സ്ത്രീയുടെ ജീവിതം നോക്ക്. അവർക്ക് ഒരു ബ്ലീഡിംഗ് ആണ്, വർഷങ്ങളായിട്ട് 12 വർഷമായി. മരിച്ചു പോകും, ബ്ലഡിങ്ങിന് പൊക്കോണ്ടിരുന്നാൽ മരിച്ചു പോകും. അതുകൊണ്ട് അവർക്ക് പേടിയാണ്, ഭയമാണ്, ഭീതി, ഏറ്റവും പരവശയാണ് അവള്. ഡോക്ടർമാരെല്ലാം കൈവിട്ടു, അവൾ മാനസികമായിട്ടെല്ലാം തകർന്നിരിക്കുവാണ്, ഭയമാണ്. ഈ അവസ്ഥയിൽ അവൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടതേ ഉള്ളൂ. പെട്ടെന്ന് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. 3 കാര്യങ്ങൾ അവളിൽ പെട്ടെന്ന് സംഭവിച്ചു. ബാധ മാറി, അത് ആത്മമണ്ഡലമാണ്, പൈശാചിക മേഖലയാണ്. ബാധ മാറി, സ്വസ്ഥത കിട്ടി, അത് മനസ്സിന് സ്വസ്ഥത കിട്ടി, രക്തസ്രവം നിന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അതേ ശക്തി നിങ്ങളെ തൊടാൻ പോകുകയാണ്. യേശുവിനെ ചെന്ന് തൊട്ട സ്ത്രീയുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. പിൽക്കാലത്ത് അപ്പോസ്തലന്മാർ അങ്ങോട്ട് ചെന്ന് ആളുകളെ തൊട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവരുടെ മേൽ ആത്മാവ് വരേണ്ടതിന്. ആ വാക്യം ഞാൻ രാവിലെ വായിച്ചാൻ തുടങ്ങിയെങ്കിലും സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയി. ശമരിയായിൽ പത്രോസും യോഹന്നാനും പോയത് അവിടെ പാസ്റ്റർമാരില്ലാഞ്ഞിട്ടല്ല. ഇത്രയും ശ്രേഷ്ഠനായ ഒരു കർത്തൃദാസന് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളൊന്നും വരേണ്ട കാര്യമില്ലെന്ന്. ശുശ്രൂഷയുടെ പ്രാഗൽഭ്യം ലോകവ്യാപകമായി തെളിയിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട ചർച്ചോക്കൊണ്ട് അംഗീകരിക്കപ്പെട്ട ശ്രേഷ്ഠനായ പൊക്കി പറയൊന്നുമല്ല. കവറിനകത്ത് കൂടുതൽ വെക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. അവിടെ പൊക്കി പറയുകയല്ല, നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. ഇത്രയും ശ്രേഷ്ഠനായ ഒരു കർത്തൃദാസൻ ഇരിക്കുന്ന സഭയ്ക്കകത്ത് ഈ ദൈവദാസന്മാരെ എല്ലാം വിളിച്ചു വരുത്തുന്നത് ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാ. തറ കെട്ടുന്നവനല്ല കട്ട കെട്ടുന്നത്, കട്ട കെട്ടുന്നവനല്ല തേക്കുന്നവനല്ല പെയിന്റ് അടിക്കുന്നത്. അവരാരുമല്ല പൈപ്പിന്റെ പണി ചെയ്യുന്നത്, അവരൊന്നുമല്ല ഇലക്ട്രിക് പണി ചെയ്യുന്നത്. ഓരോരുത്തർ വന്ന ഓരോന്ന് ചെയ്യുക. 21 ദിവസം ഓരോരുത്തരെ കൊണ്ടുവന്നേക്കുന്ന സ്വത്രം സഭയെ പണിയാനാണ്. സഭ ഞാനാ, ഞാനും നിങ്ങളും കൂടെ ചേരുന്നതാണ് സഭ. നമ്മളിൽ ഒരു പണി കർത്താവ് നടത്താൻ പോവുകയാണ്. ഓരോ പത്രോസും യോഹന്നാനും ശബരിയിൽ പോകേണ്ട ഒരു കാര്യമില്ല. അത് രാവിലെ പറയാൻ വന്നത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. ഞാൻ ഓർക്കുന്നു, 1-ാം നൂറ്റാണ്ടിൽ ഇത് ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് വന്നു, അവരെല്ലാം ശക്തിപ്പെട്ടു, പുറത്തിറങ്ങി സുശേഷം പറയാൻ തുടങ്ങി. അനേകം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദിനം പ്രതി എണ്ണത്തിൽ പെരുകി. അങ്ങനെ ഒത്തിരി ആളുകൾ കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർക്ക് അസൂയ ഉണ്ടായി. പല നിലകളിൽ സഭയ്ക്കെതിരെ പീഡനം അഴിച്ചുവിട്ടു. അങ്ങനെ പാഴ്സലായിട്ട് സഭയ്ക്ക് കിട്ടി. ഇതിന്ന് തുടങ്ങിയൊന്നുമല്ല, തുടക്കത്തിലേ ഉള്ളത്. അടി നമ്മുടെ കൂടെ പിറപ്പാണ്. പക്ഷെ എൻ്റെ കുഴപ്പം പ്രത്യേകത എന്തുവാ? പീഡിപ്പിച്ചാൽ വളരും. ഇന്ത്യയിലെ ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഇന്ത്യയിൽ ഒരു വലിയ ഉണർവിന് വേണ്ടി ഉള്ള മുന്നോടിയാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം അറിയാമല്ലോ, അത് നിഴലാണ്. പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു കൊണ്ടിരുന്നു. സഭയുടെ ഒരു പ്രത്യേകതയാണ്, ആരെങ്കിലും തൊടാൻ ചെന്നാൽ വർദ്ധിക്കും, ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വർദ്ധിക്കും. നിങ്ങൾ വിശ്വാസം കണ്ണുകൊണ്ട് കാണണം. ഇന്ത്യയിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുകയാണ്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ സഭയ്ക്കെതിരെ വലിയ പീഡനങ്ങൾ സംഭവിക്കുന്നത്. ദൈവം അടങ്ങിയിരിക്കത്തില്ല. ആ കൊയ്ത്തിലേക്ക് ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ചിലരെയൊക്കെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. നിങ്ങളും അതിന്റെ ഭാഗവാക്കാകണം പ്രിയപ്പെട്ടവരെ. വലിയ ഉണർവുണ്ടാകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ആര് തടുക്കും? അപ്പൊ ഇതെല്ലാം ഒരു മുന്നോടിയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. സ്തോത്രം. അപ്പം സഭയ്ക്ക് പീഡനം ഉണ്ടായി, അന്നും ഉണ്ടായി. അപ്പൊ അവര് ദൈവദാസന്മാരിൽ അന്നുള്ള എല്ലാവരും 12 ശിഷ്യന്മാരൊഴി 12 വഴി ഒഴികെ ഉള്ളവര് ഓടി. ചിലര് യഹൂദിക്ക് ഓടിക്കളഞ്ഞു, ചിലര് ശമരിയിൽ പോയി. ശമരിയിലൊക്കെ ചെന്നാൽ പിന്നെ സേഫാണ്, കാരണം അവിടെ യഹൂദന്മാർ വന്ന് അടിക്കത്തില്ല. ശമരിയർക്ക് യഹൂദന്മാർക്ക് തമ്മിൽ സംബന്ധമില്ല, അതുകൊണ്ട് യഹൂദന്മാർ അങ്ങോട്ട് ചെല്ലത്തില്ല. അപ്പം ഫിലിപ്പോസൊക്കെ സേഫായിട്ടാണ് അടിയിട്ടായിരിക്കാൻ വേണ്ടി ശമരിയിൽ പോയി കയറിയത്. സൈക്കിൾ പോലും ഇല്ലാതെ പോകുന്നത്, ഒന്നുമില്ലാതെ കണ്ടം വഴി ഓടി ചെന്ന് കയറിയതാണ്. അവിടെ ചെന്ന് അയക്ക് സുവിശേഷം പറഞ്ഞ വല്ല കാര്യമുണ്ട്? അടിയിട്ടായിരിക്കുക. അത് ഇത് പറഞ്ഞ് ഞാൻ അവിടെ അടി കിട്ടിയത്. പിന്നെയും ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ശമരിയെ പറഞ്ഞു. അതിന്റെ കാര്യം എന്നാണെന്നറിയാം, കത്തിയ വിളക്കിന് മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചിലർ കത്തി എന്ന് പറഞ്ഞ് ചുമ്മാ കൊക്കോള കുടിക്കാൻ നടക്കാറില്ല. ഞാൻ അഭിഷേകം പ്രാചീനൻ ഇതുവരെ പണിക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ വീടെല്ലാം ധ്യാനകേന്ദ്രമാക്കി. സ്വത്രം 1 മണിക്കൂർ പ്രസംഗിക്കാൻ പറഞ്ഞാൽ 3 മണിക്കൂർ പ്രസംഗിക്കും. 2018 വരെ ഞാൻ ഓടി നടന്ന് എല്ലാവരോടും എല്ലാ സഭകളോടും പറഞ്ഞു,
ഡിനോമിനേഷൻ വ്യത്യാസം. 18 എന്നോട് യേശോപ്പച്ച പറഞ്ഞു, നീ പറഞ്ഞാൽ അവരിരുന്ന് കേൾക്കത്തില്ല, നിന്റെ വീട്ടിൽ വന്ന് കിടന്ന് കേൾക്കട്ടെ. അന്ന് മുതൽ പാണ്ടക്കെട്ടുമായിട്ട് 100 കണക്കിന് ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് കേൾക്കുക. കാര്യമുണ്ട് ഇതിനകത്ത്, അതുകൊണ്ടാണ് കാര്യമുണ്ട്. രാശ കാണുന്നില്ലേ? രാശ കാണുന്നല്ലോ. അത് അമേരിക്ക മുതൽ കാനഡ മുതൽ ബുക്ക് ചെയ്തല്ലേ വരാൻ ഒക്കത്തുള്ളൂ. ഉമ്മ വന്ന് വലിഞ്ഞേറാൻ നോക്കത്തില്ല. നേരത്തെ പെർമിഷൻ എടുത്ത് സ്ട്രിക്റ്റ് ആക്കിയേക്കുക കാര്യങ്ങൾ. ഇപ്പൊ കേൾക്കാൻ ആളുണ്ട്, പ്രാപിക്കാൻ ആളുണ്ട്. സ്തോത്രം. ഭയങ്കര മാറ്റം വരും. ശമരിയെ ചെന്ന് ഇദ്ദേഹം ശക്തമായിട്ട് സുവിശേഷം അറിയിച്ചു. അതും യഥാർത്ഥ സുവിശേഷം, കലർപ്പില്ലാതെ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. അതാ കറക്റ്റ് സുവിശേഷം. ദൈവരാജ്യം, അതിന്റെ സ്ഥാപകനായ യേശുക്രിസ്തു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ അത്ഭുതം അടയാളമൊക്കെ നടന്നത് ഫിലിപ്പോസിന്റെ കഴിവൊന്നുമല്ല. അദ്ദേഹം ശമരിയ യെരുശലേമിലായിരിക്കുന്ന സമയത്ത് ആഹാരം വിളമ്പിക്കൊണ്ടിരുന്നവനാ. പിന്നെന്താ ഇത്ര അത്ഭുതം അടയാളമൊക്കെ ശമരിയിൽ നടന്നതിന്റെ കാര്യം? ഇത് കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയപ്പം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്ന ഈ വലിയ രക്ഷയെക്കുറിച്ച് ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ അവിടെയും യേശുവിനോട് കൂടെ നിന്ന് പ്രവർത്തിച്ച അതേ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. അപ്പൊ നമ്മുടെ ആരുടെയും കഴിവിലല്ല ദൈവപ്രവൃത്തി നടക്കുന്നത്. പറയേണ്ടത് പറയുമ്പോൾ അതിനെ ഉറപ്പിക്കേണ്ടത് ദൈവമാണ്. നമ്മൾ പറയേണ്ടത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. പത്രോസ് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ അത് വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് കേട്ട എല്ലാവരുടെ മേലും വന്നു. ഇന്ന് രാത്രിയിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയും ഒക്കെ നടന്നു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ അലറി ഓടി. അങ്ങനെ ഒത്തിരി പേര് സ്നാനപ്പെട്ടു, ഒരുപാട് പേര് മാനസാന്തരപ്പെട്ടു. വലിയൊരു സഭയായിട്ട് ശമരിയിൽ അവർ മാറി. ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുകയാണ് വലിയൊരു സഭ. അങ്ങനെയുള്ള സ്ഥലത്തോട്ട് പത്രോസും യോഹന്നാനും പോകേണ്ട വല്ല കാര്യമുണ്ടോ? വീര്യപ്രവൃത്തികൾ നടക്കുന്നില്ലേ അവിടെ? അവിടെ മാനസാന്തരം നടക്കുന്നില്ലേ? സ്നാനം നടക്കുന്നില്ലേ? അവിടെ സുവിശേഷം കറക്റ്റായിട്ട് പറയുന്നില്ലേ? ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നില്ലേ? ഇനി എന്തിനാന്ന് പോകുന്നേ? 8:12 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവരെല്ലാവരും സ്നാനപ്പെട്ടു, പക്ഷെ ആത്മാവ് ആരുടെ മേലും വന്നിരുന്നില്ല. ഇതൊരു വിഷയമാണ്. സ്നാനപ്പെട്ടതേ ഉള്ളൂ, ആത്മാവ് വന്നിരുന്നില്ല. അപ്പൊ അപ്പോസ്തലന്മാര് പറയുന്നത് സ്നാനപ്പെട്ടോണ്ട് മാത്രമായില്ല, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങണേ. സ്നാനപ്പെട്ടിട്ട് എത്രയോ പേരിരിപ്പുണ്ട്, ജീവിതത്തിൽ മാറ്റം വന്നില്ലെന്ന്. എന്താ മാറ്റം വരാത്ത? മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ആത്മാവ് വരാതെ കാര്യങ്ങൾക്ക് നീക്കം ഉണ്ടാകത്തില്ല. സഭയും പാസ്റ്റർമാരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അഭിഷേകമാണ് നുകങ്ങളെ തകർക്കുന്നത്. അല്ലെങ്കിൽ അഭിഷേകമാണ് നുകങ്ങളെ തകർക്കുന്നത്. രക്തസ്രാവക്കാരിക്ക് മാറ്റം വന്നത് എപ്പോഴാ? അവിടെ മേൽ ദൈവശക്തി വ്യക്തിപരമായി വന്നു തൊട്ടപ്പോഴാണ്. ഇന്ന് രാത്രി ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ ദൈവം നിങ്ങൾക്കും തരാൻ പോകുകയാണ്. പോയിന്റ് കുറിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കുന്നു. നമ്മളെക്കാൾ എന്തോ വലിയ പ്രസംഗം ബ്രദറുകാർ നടത്തുന്ന അറിയോ? എന്നോ പ്രസംഗമോ ബ്രദറുകാരുടെ. TPMകാരുടെ പ്രസംഗത്തിന് ഒരു മോശമുണ്ടോ? പ്രസംഗത്തിന്റെ മാത്രമല്ല, ധ്യാനപ്പെട്ടുകൊണ്ട് മാത്രമല്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ കാനാനപ്പള്ളി പോയി, ഞാൻ പറഞ്ഞില്ല, രാവിലെ പറഞ്ഞ് പൂർത്തീകരിച്ചില്ല, വേറെ ഭാഗത്തും കയറിപ്പോയി. കാനാനപ്പള്ളി പോയി, അവിടെ കുരിശ് വരയ്ക്ക് മാത്രമേ ഉള്ളൂ. അവിടെ വേറെ നമുക്കും വേറെ ജോലിയൊന്നുമില്ല. 3 കുത്തുക, ഇങ്ങനെ കുത്തിന്ന് എല്ലാം പോയി. വസ്തുവും പോയി, അപ്പനും കുടിച്ചു മരിച്ചു. ഞങ്ങളും വിദ്യാഭ്യാസവും തകർന്ന് കൂലിപ്പണിയും ചെയ്ത് ബാംഗ്ലൂരിൽ കൂടെ ഏക്കർ കണക്ക് സ്ഥലവും നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെട്ടു. കൂലിപ്പണിയും ചെയ്ത് ബാംഗ്ലൂരിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. എന്നൊരു സുവിശേഷം കേട്ട് സ്നാനപ്പെട്ടു. സഭയ്ക്കകത്ത് 6 വർഷം തിരുവത്താഴമൊക്കെ എടുത്തിട്ടും ജീവിതത്തിൽ മാറ്റമില്ല. ലാസ്റ്റ് എന്താ ഞാൻ പറയും, കള്ളന്മാരെ ഉദ്ദേശിമാർ കണ്ണടച്ച് പിടിച്ച് ഫോട്ടോ എടുത്ത് അമേരിക്കയിൽ അയച്ച് പാൽപ്പൊടി വരുത്തിയിട്ട് അത് കുടിച്ച് വയറ് ചാടിക്കുമ്പോൾ സെൻട്രൽ പാർശ്വം സെൻറ്റർ വലുതായി. അല്ല വേറെ ഒരു കാര്യവും കള്ളന്മാർ. കനാനപ്പള്ളി പൊക്കൊണ്ട് ഞങ്ങളെയൊക്കെ വലിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു കാര്യമില്ലെന്നും പറഞ്ഞ് ഞാനിതിനെല്ലാം വ്യക്തിപരമായിട്ട് അങ്ങ് നിരസിച്ച് ഞാൻ നാട്ടിൽ വന്ന് റാന്നി കൂടെ ചുമ്മാ അതിലേലും നടന്ന് കൂട്ടുകാരും കൂടി പന്തും കളിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പിടിച്ചങ്ങാടം ഉണ്ടാക്കി
കടയിൽ വെള്ളം കയറിയാൽ അത് ക്ലീൻ ചെയ്യാനും ഒക്കെ നടന്ന് ചുമ്മാ അലഞ്ഞ് തിരിച്ച് നടന്ന് ഒരു പണിയില്ലായിരുന്നു, ഒന്നുമില്ല. ഡിഗ്രി 2 പ്രാവശ്യം എഴുതി തോറ്റുപോയതായതുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ നമുക്ക് മനസ്സിലായി ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം, പഠിത്തവും കാര്യങ്ങളും ഒക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നടന്നു. ജീവിക്കാനായിട്ട് യാതൊരു മാർഗവും ബയോഡറ്റ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അപ്പം വീട്ടിൽ ചേട്ടനെ, നമ്മുടെ മൂത്ത ചേട്ടനെ, ലൈവ് അല്ലെങ്കിൽ പറയാം, ലൈവാണെങ്കിൽ പറയത്തില്ല, അതിവേഗം ഓടുന്ന വചനമായതുകൊണ്ട് വീട്ടിൽ മൂത്ത ചേട്ടൻ 89 റാന്നിയിൽ 3-4 പേര് ഓട്ടോറിക്ഷ ഓടിക്കുന്ന കാലത്ത് മൂത്ത ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയതാണ്. ദൈവകൃപയാൽ ഇന്ന് പകലും അവിടെ 2026 ഓട്ടോ തന്നെ ഓടിക്കുക. എന്നറിയോ, അദ്ദേഹം സ്നാനപ്പെട്ടതാണ്, തിരുവത്താഴം എടുക്കും, ന്യൂ ഇന്ത്യ ചർച്ചിലെ അംഗമാണ്. ഞായറാഴ്ച രാവിലെ പുള്ളി ആ പരിസരമെല്ലാം തൂക്കുന്നത്, ചർച്ചിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. പക്ഷേ തിരുവത്താഴമൊക്കെ എടുത്താലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞൊരു കട്ടൻ ബീഡി വലിച്ചെങ്കിലേ പുള്ളിയുടെ ആത്മാവിന് ഇന്നും ശാന്തി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഓട്ടോ എന്നാൽ എൻ്റെ ചേട്ടനുണ്ടല്ലോ, ഞങ്ങളുടെ മാതൃസഭയുടെ ചാർജ് എടുത്ത് കഴിഞ്ഞ ദിവസം. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിൽ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് നടക്കുന്നത് ഞാൻ റാന്നിക്കൂടെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ 2001 ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടൊരു കാര്യമില്ലാതെ നടക്കുക. അന്നേരം മൂത്തേട്ടൻ ഭാര്യയോട് പറഞ്ഞു, യവൻ പാൻറ്റും കയറ്റിയിട്ട് 11 പറഞ്ഞ് അങ്ങ് പോകും. രാവിലെ തിന്നാറാകുമ്പോൾ കയറി വരും, ബാക്കിയുള്ളവിടെ ഓട്ടോ തള്ളിത്തള്ളിയ. ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു പ്രയാസം. ഇനി അവൻ്റെ ചിലവിൻ്റെ കീഴിൽ കിടക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും വീട്ടിൽ ചിലവിന് കൊടുക്കുമെന്നും പറഞ്ഞ് അങ്ങോട്ട് വാശി പിടിച്ചിറങ്ങി. ഉണ്ടോ അവർക്ക് കൊടുക്കാൻ? ലാസ്റ്റ് ഞാൻ ചെയ്തെന്താ അറിയോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കർഷകരുടെയൊക്കെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് നാളികേരവും ചേമ്പും ചേനയും വാഴക്കൊലയൊക്കെ മേടിച്ച് ഒരു കടമുറി എടുത്ത് അവിടെ വെച്ച് കുടിയുടെ കച്ചവടം തുടങ്ങി. സ്വത്രം അതങ്ങ് വളർന്ന് ഒരു സൈഡിൽ കൂടെ പലചരക്കാക്കി, സ്റ്റേഷനറി ആക്കി, ബേക്കറി ആക്കി. അപ്പം ഉമ്മൻചാണ്ടിയുടെ ഒരു വാക്ക് TV വന്നു, അതിവേഗം ബഹുദൂരം. മുടിയാൻ നേരത്ത് ഹോൾസെയിലോട്ട് പോയി. 2002 ഏപ്രിൽ മാസത്തിലൊക്കെ പത്തനംതിട്ട ജില്ല മുഴുവൻ കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ കാപ്പിപ്പൊടി, തേയില, ഇതിൻ്റെ ഏജൻസി ആയിരുന്നു. ഈ എലന്തൂർ വഴി എല്ലാം കാപ്പിപ്പൊടി, തേയിലയായിട്ട് ഇൻകം ടാക്സുകാർ എത്രയോ പ്രാവശ്യം എലന്തൂരിട്ട് പിടിച്ചിട്ടുണ്ടെന്ന്. അന്നത്തെ മൊത്തം കളക്ഷനും അവർ കൊണ്ടുപോകും. അങ്ങനെ കച്ചവടം ചെയ്ത് നടന്ന് അവസാനം ഭയങ്കരമായിട്ട് വളർന്നു. ഏപ്രിൽ ആയപ്പം 2002 കിൻഡൽ കണക്കിന് കാപ്പിപ്പൊടിയും തേയിലയും പത്തനംതിട്ട മുഴുവൻ ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ വണ്ടി പോട്ടി തിരിച്ചു വരുന്ന സ്ഥാനത്ത് വീട്ടിൽ കാപ്പി അനത്താൻ പൊടിയില്ലാതായി. അതുപോലെ അങ്ങ് വളർന്നു, പൊട്ടി, തകർന്ന്. കൈ കിടന്ന വാഹനങ്ങൾ നാട്ടുകാർ പിടിച്ചെടുത്തു. പൈസ കൊടുക്കാനുള്ളൊരു കമ്പനിക്കാർ വന്ന് വണ്ടി പിടിച്ചെടുക്കുന്നു. ചീത്തവിളിയോ, അയ്യോ, പൈസ കൊടുക്കാനുള്ളവരുടെ തെരുവിളി. ഞങ്ങളുടെ അച്ഛനൊക്കെ വെറും പാവാന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര ചീത്തവിളിയായി, ബഹളമായി. അന്നൊരു വാൻ ഉണ്ടായിരുന്നത് പിടിച്ചെടുത്തു. എന്നെ ചില കാര്യങ്ങൾ അവർ 6 മണിയായപ്പോൾ കുറേ ഗുണ്ടകൾ കയറി വന്ന് എന്നെ പറഞ്ഞിടത്തെല്ലാം ഒപ്പിടിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്ര രൂപയ്ക്ക് വണ്ടി കമ്പനിക്കാരെടുത്തിരിക്കുകയാണ്, പൈസ തരത്തില്ല, പക്ഷേ ഒപ്പെല്ലാം ഇട്ട് കൊടുക്കേണ്ടി വന്നു. എല്ലാം പിടിച്ചെടുത്തു. ഒന്നുമില്ലാത്തവനായിട്ട് ഒരു ഗുണ്ട ഒരുത്തൻ തിരിച്ചു കയറി വന്നു. ദേഷ്യം ഞാൻ അടിക്കാനായിരിക്കും 100 രൂപ. എന്നിട്ട് പറയാം, വെറും വയറ്റിലൊരു വണ്ടി കൊണ്ടുവന്നില്ല, ചായ കുടിച്ചോളാൻ പറഞ്ഞു. എല്ലാം പോയി, ഒന്നുമില്ല. പിന്നെ ഒരു 24 പേർക്ക് പൈസ കൊടുക്കണം, 2 ബാങ്കിൽ പൈസ അടയ്ക്കണം. 2002 ഏപ്രിൽ എൻ്റെ അവസ്ഥയാണ്. ഒറ്റ ചിന്ത എൻ്റെ തലയ്ക്കകത്ത് വരുന്നത്, തിരിച്ച് ബാംഗ്ലൂരിൽ പോകണം, ഓട്ടോറിക്ഷ ഓടിക്കണം. ഇപ്പം ഞാൻ ബുധനാഴ്ച ഇവിടുന്ന് കാറെടുത്ത് ഇലക്ട്രോണിക് സിറ്റിയിൽ കന്നഡ ചർച്ചിൽ പ്രസംഗിക്കാൻ പോവാം. ബാംഗ്ലൂരിൽ മാത്രം കാർ ഓടിച്ചേ പോകത്തുള്ളൂ. എൻ്റെ വാശിയാണ്. കാരണം 9 പട്ടണത്തിൽ കൂടെ ഒരു വിലാപയാത്ര പോയി അല്ലേ. ഒരു സ്ത്രീയുടെ ഏക മകനാണ്. ആ വിലാപയാത്ര യേശു കർത്താവ് ചെന്ന് തടഞ്ഞു. മഞ്ചത്തെ കയറിത്തൊട്ടു. മഞ്ചത്തിലുള്ളവൻ എഴുന്നേറ്റു. വിലാപയാത്ര പെട്ടെന്ന് ഘോഷയാത്രയായി. ബൈബിളിൽ കിടപ്പുണ്ട്, ഇതിൻ്റെ വിലാപങ്ങളെല്ലാം അവൻ നൃത്തമാക്കും, രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കും. സ്വോത്ര അനുഭവത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ട് ഈ യേശു ക്രിസ്തു പിന്നെ സുന്ദരം എന്ന ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് പത്രോസ് നിഷ്കളങ്കമായിട്ട് പറയുന്നൊരു വാക്ക് കേട്ടോ, വെള്ളിയും പൊന്നും ഒന്നും തന്ന് സഹായിക്കാൻ ഇല്ലാത്തതുകൊണ്ടാ ഇല്ല. പക്ഷേ എനിക്ക് തീർത്തും ഒന്നും ഇല്ലെന്ന് കരുതരുത്, നിന്നെ എഴുന്നേൽപ്പിക്കാനുള്ളത് എൻ്റെ അകത്തുണ്ട്. കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, ചട്ടിയും താഴെ വെച്ചിട്ട് വെള്ളിയിൽ പോടാന്ന്.
അങ്ങനെ അത്ര അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അവൻ ഒന്നേരം അവൻ്റെ നരിയാണി ഉറച്ച്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊന്നും അല്ല, കയ്യിലൊന്നും കാണത്തില്ലായിരിക്കാം. പക്ഷേ ദൈവം ചിലരുടെ മേൽ നിറച്ചിരിക്കുന്നത് നിന്റെ നരിയാണിയെ ഉറപ്പിക്കാൻ കഴിവുള്ളത് കർത്തൃദാസന്മാരുടെ അകത്ത് ദൈവം നിറച്ചിട്ടുണ്ട്. എനിക്കുള്ളത് നിനക്ക് തരിക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, ഒന്നും നേടാനല്ല. അതുകൊണ്ട് ഒറ്റ ഇതുകൊണ്ട് എല്ലാം പോയി. അവസാനം ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു. കാരണം എന്നെ കൊണ്ട് ഒരു തരത്തിൽ ഈ കടം വീട്ടാൻ ഒക്കത്തില്ല. 2 ബാങ്കിൽ നിന്ന് ജപ്തി വന്നിട്ട് ഭയങ്കര പ്രശ്നം. വില്ലേജ് ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പ് ചിരട്ട എടുപ്പിക്കുകയെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസിലെ അകത്തിരിക്കുന്നവരും പറഞ്ഞു കുഞ്ഞുകളിയാന്ന് വിചാരിക്കരുത്, ഒരു ജപ്തി കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്തത് ലിസ്റ്റിൽ നിങ്ങളുടെയാണ്. കാലേക്കൂടെ ഒരു പെരുപ്പം അങ്ങോട്ട് കയറി. ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവാ. എന്തോ ചെയ്യണ്ടേ? അവർ ഇറക്കുന്നതിന് നല്ലത് ഞാൻ നേരത്തെ ഇറങ്ങിയേക്കാൻ തീരുമാനിച്ചു. സർക്കാർ ഇറക്കുന്നതിനേക്കാൾ മുമ്പേ, ഒരു ദിവസം മുമ്പേ ഞാൻ പോവാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കഥ അറിയാതെ ആട്ടം കാണരുത്. ഞങ്ങൾ എന്തുവായി ശ്രമിക്കുന്നത്? ബൈക്കോളയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളല്ലേ പറയുന്നത്. ഒരു ദിവസം നേരത്തെ ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? കന്നഡ അറിയാവുന്നതുകൊണ്ട് ബാംഗ്ലൂർ ഓട്ടോറിക്ഷ ഓടിക്കാൻ. അവിടെ ഈ ആഴ്ചയും പിന്നെയും പ്രസംഗിക്കാൻ പോകുന്നു. സ്വന്തം വണ്ടി ഓടിച്ചു പോയിട്ട് വിലാപ നൃത്തമാക്കുന്നൊരു കഥാവുണ്ട്. പോകാൻ തീരുമാനിച്ചു. പക്ഷെ അതിനൊരു 1000 രൂപ ഉണ്ടായി. ട്രെയിനെ കയറി പോകണ്ടേ? ഒറ്റ പൈസയില്ല, ചായ കുടിക്കാൻ പൈസയില്ല. അന്നേരമാണ് അമ്മയ്ക്ക് ആ ദിവസങ്ങളിൽ നെഞ്ചിന് വേന. അമ്മ പറയുന്നടാ, എൻ്റെ നെഞ്ചിൻ്റെ ഇവിടെ അങ്ങ് പൊട്ടിപ്പോകും, വയ്യടാ, ശ്വാസം കിട്ടുന്നില്ല, ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയില്ലടാ, ഒട്ടും ഉറങ്ങിയില്ല. ഞാൻ പറയും എവിടെയാണ് കിടക്കുക, എൻ്റെ പൈസയൊന്നുമില്ല. ചേട്ടനോട് പറയാനൊക്കത്തില്ല, ചേട്ടൻ തൊഴിക്കും എൻ്റെ അമ്മ. ചീത്തയും പിടിച്ചു അവിടെ പോയി കിടക്കാൻ പറയും. വേന എടുക്കുന്നു. കൂടുതലോ എന്തെങ്കിലും പറഞ്ഞാൽ പറയും കുഴിച്ചിടാൻ പറയും. ഞങ്ങളുടെ വീട് അതായിരുന്നു. ഞങ്ങളുടെ വീട് അങ്ങനെ ആയിരുന്നു, ഒരു മദ്യപാനിയുടെ വീട്ടിൽ. പിന്നെന്തുവാ? പക്ഷെ ഇന്ന് ഞങ്ങളുടെ ഭവനം ധ്യാന കേന്ദ്രമാണ്. നീഗിരി വന്ന് തിന്നു കുടിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് ഭയങ്കരമായി സന്തോഷിക്കുവാണ്. എത്ര പേരാ വന്ന് ആശ്വാസം പ്രാപിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളും വേദനകളും നിങ്ങളെ തകർക്കാനല്ല, ഇതെല്ലാം നാളത്തെ സാക്ഷ്യമാകാൻ പോവാ. ഉടഞ്ഞവർക്കേ ഉടഞ്ഞവരുടെ വേദന അറിയത്തുള്ളൂ. യേശു അനുഭവിച്ച കഷ്ടങ്ങൾ നിമിത്തം തകർന്നു പോയെന്നല്ല, തികഞ്ഞവനായി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്ക് കാരണഭൂതനാകേണ്ടതിന് കഷ്ടങ്ങളിൽ കൂടെ തികയുന്നത് യുക്തമായിരുന്നു. എനിക്ക് മനസ്സിലായി, എന്നെ ഒന്നും തകർക്കാനല്ലായിരുന്നു, തികഞ്ഞ ശുശ്രൂഷകനാക്കി മാറ്റാനായിരുന്നു. എല്ലാം എനിക്ക് ട്രെയിനിങ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത്, ഭാരപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ നാളെ ഇതെല്ലാം വലിയ സാക്ഷ്യമാക്കാൻ പോകും. ജോസഫ് കടന്നുപോയ എല്ലാ സാഹചര്യവും തൻ്റെ ദർശനത്തിലേക്കുള്ള ചുവട്ടുപടികളാക്കി ദൈവം മാറ്റി. ആണോ അല്ലയോ? ആണെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞു. ജോസഫ് കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളും തൻ്റെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയാക്കി ദൈവം മാറ്റി. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ദർശനത്തിലേക്ക്, അത് നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കാരണമായി തീരും. വിശ്വസിക്കുന്നവരൊരു സ്തോത്രം ചെയ്താട്ടെ. എനിക്കറിയത്തില്ലായിരുന്നു, ഒരു കാര്യം അറിയത്തില്ല, സ്തോത്രം ഒന്നും അറിയത്തില്ല. ഞാനിപ്പോ റാന്നി നിൽക്കുന്നുണ്ട്. സ്വത്ര പിടി നിർത്തിയോ? അപ്പോ എനിക്ക് എൻ്റെ കോസിൽ നിന്നും ഒരു പ്രതീക്ഷയില്ലാതായി പോയി. ഭയങ്കര ആഗ്രഹിച്ചാണ് വന്ന് സ്നാനപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവർക്കൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ചർച്ചക്കാർക്കും പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കുഞ്ഞോളമാമയുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നുമില്ല. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അപ്പം പോകാനൊക്കത്തില്ല. കാരണം അമ്മയ്ക്ക് ഈ വഞ്ചനകത്ത് പിന്നെ ചത്തുകൂടാന്ന് വയ്യ. ഞാൻ അവിടെ കാണാൻ പോയി കിടക്കുക, എൻ്റെ എങ്കിലും പൈസയൊന്നുമില്ല. നാട്ടുകാർ കയറി ഇടപെട്ടു. നാട്ടുകാർ പറഞ്ഞില്ല, ദോഷമുണ്ട്, നീ ഒന്ന് പരിശോധിക്കുക, എന്തുവാന്നൊന്നും അറിയാം, നീ ചികിത്സിക്കേണ്ട, നീ ഒന്ന് പരിശോധിക്കും. അങ്ങനെയാണ് നീ മർത്തോമ മെഡിക്കൽ മിഷൻ അമ്മയും കൊണ്ട് പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടർ പറയുക, പെട്ടെന്ന് വടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആ ഏരിയ അമ്മയാക്കോടെ ആൾ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു ഡോക്ടർ പറയും ഒരു ആംബുലൻസ് വിളിച്ച് വെളിയിലോട്ട് റെഡിയാക്കിക്കും, ശ്രീചിത്രയിലോട്ട് കുറിക്കുക. അവിടെ തിരുവനന്തപുരം ശ്രീചിത്രയെ കൊണ്ടുപോകണം. ഞാൻ എന്തുവാ, വാൽവ് വർക്ക് ചെയ്യുന്നില്ലെന്ന്, ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുക, വാൽവ് ഒരെണ്ണം പമ്പിങ് ഇല്ല. പമ്പിങ് ഇല്ലെങ്കിൽ പിന്നെ ബ്ലഡ് എല്ലായിടത്തും ചെല്ലത്തില്ലല്ലോ, ശ്വാസം മുട്ടലാണ്. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ ചോദിച്ചാൽ എത്ര, അതിന് എന്തെങ്കിലും പൈസ കൊടുക്കും? 1.5 ലക്ഷം രൂപ ചാർജാണ്. അത് കാരുണ്യമായി ഒന്നുമില്ല. നമുക്ക് ഇൻഷുറൻസ് എന്തോ ഉള്ളത്, വണ്ടിക്ക് പോലും ഇൻഷുറൻസ് ഇല്ല. അന്നേരം
എന്നുവെച്ചാൽ പിന്നെ 50,000 രൂപ കൈ കരുതിക്കോണം. ഞാൻ ഡോക്ടറെ പറഞ്ഞു, സാറേ എൻ്റെ അവസ്ഥ ഇതാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാരും വീട്ടിൽ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാളുണ്ട്, പക്ഷെ വെളിവ് വീഴുമ്പോൾ രാത്രി 12 ആകുന്നു. വെളിവൊന്നുമില്ല, കുട്ടി തന്നെ കുട്ടി. ചേട്ടൻ അപ്പം പഠിപ്പിച്ച, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അപ്പം പഠിപ്പിച്ച പിതാവ് ചെയ്ത് കാണിക്കുന്നു, പുത്രനും ചെയ്യും. ബൈബിളിൽ തന്നെ കിടക്കുക. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓരോന്നിരുന്ന് കാണാനും കേൾക്കാനും പറയാനും. പിള്ളേർ അത് തന്നെ ചെയ്യും. നമ്മൾ ചെയ്ത് കാണിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ച് കാണിക്കാമെങ്കിൽ പിള്ളേരും പ്രാർത്ഥിക്കും. നിങ്ങൾ ഫോണെ നോക്കാമെങ്കിൽ അവരും ഒരു ഫോണെടുത്ത് അപ്പുറത്ത് പോയിരിക്കും. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ പിള്ളേരും രാഷ്ട്രീയം പറയും. നിങ്ങൾ പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞാൽ പിള്ളേരും കുറ്റം പറയും. നിങ്ങൾ നല്ലതായിട്ട് ആരാധിക്കാമെങ്കിൽ പിള്ളേരും കൈയടിച്ച് ആരാധിക്കും. നിങ്ങൾ സന്ധ്യയ്ക്കും രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ കുഞ്ഞുങ്ങളും രാവിലെയും വൈകിട്ട് വരുന്നു പിന്നീട് പ്രാർത്ഥിക്കും. ബൈബിള് പറയുക, പിതാവ് ചെയ്ത് കാണിക്കുന്നത് പുത്രനും. അപ്പന്മാർ ജനിപ്പിച്ചാൽ മാത്രം പോരാ, വല്ലതും ചെയ്ത് കാണിക്കണം അവരുടെ മുമ്പിൽ. ഞങ്ങളപ്പം ചെയ്ത് കാണിച്ചൊക്കെ ഞങ്ങളും ചെയ്ത്, ഞങ്ങൾക്കതേ അറിയത്തുള്ളായിരുന്നു. അവസാനം ഡോക്ടറോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം പറഞ്ഞു, കൗണ്ടറിൽ പറഞ്ഞേക്കാം, കയ്യിലുള്ള പൈസ കൊടുത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കയ്യിലുള്ള പൈസ മുഴുവൻ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു. കീറിയതായതുകൊണ്ട് 2 5 രൂപ നോട്ട് തിരിച്ചു തന്നു. സത്യവ ചിരിപ്പിക്കുമല്ല, ഞാൻ ഈ നൊമ്പരപ്പെട്ടാ ഞാൻ പ്രസംഗിക്കുന്നത്. 2 കീറിയ 5 രൂപ നോട്ട് തിരിച്ചു തന്നു. ഇതെടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഫാർമസിയിലോട്ട് പോക്കണം. എന്തിനാ ഫാർമസിയിൽ പോകുന്നത്? എൻ്റെ 2 പൈസ. ഞാനൊരു കപ്പക്കടയിൽ പോയി 2 കിലോ കപ്പ ചോദിച്ചു. അമ്മയ്ക്ക് ചെല്ലുമ്പോൾ പുഴുങ്ങി കൊടുക്കാനായിട്ടാണ്. പക്ഷേ കീറിയ പൈസയായിട്ട് അവർ പറഞ്ഞു കപ്പ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെ ഓട്ടോ കയറ്റി വീട്ടിൽ ചെന്നു. 1 കിലോ കപ്പ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന അമ്മയ്ക്ക് പുളി കൊടുക്കാൻ പൈസയില്ല, കപ്പ കൊടുക്കാൻ നോക്കിയാൽ കപ്പയില്ല. അങ്ങനെ അമ്മയെ അവിടെ കിടത്തിയിട്ട് നമ്മൾ പറയത്തില്ല ഒരട ഉണ്ടാക്കി കൊടുത്തേച്ച് മരിക്കാൻ തുടങ്ങിയെന്ന്. കേൾക്കാൻ എളുപ്പമാണ്. ഒരട ഉണ്ടാക്കി കൊടുത്തേച്ച് ഞാനും മോനും കൂടെ മരിക്കാൻ പോവാന്ന് പറയത്തില്ലേ? അതൊക്കെ കേൾക്കാനും ഒക്കെ വായിക്കാനും ഒക്കെ എളുപ്പം. അനുഭവത്തിൽ കൂടെ പോകണം പ്രിയപ്പെട്ടവരെ. സാക്ഷാൽ ഏകദേശം അതിനോട് ബന്ധപ്പെട്ട അനുഭവത്തിൽ കൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഒറ്റ തീരുമാനം, അമ്മ മരിച്ചോട്ടെ, ഞാൻ ബാംഗ്ലൂരിൽ പോകാൻ തീരുമാനിച്ചു. അമ്മയെ കളഞ്ഞിച്ച് പോകാൻ തീരുമാനിച്ചു. ഇന്ന് ആ വീട്ടിൽ നിങ്ങൾ വരണം. 1 കിലോ കപ്പ മേടിച്ച് സ്വന്തം പെറ്റ തള്ളയ്ക്ക് പുഴുങ്ങി കൊടുക്കാനില്ലാതെ പോയാൽ എൻ്റെ വീട്ടിൽ നിങ്ങൾ വരണം. ഞാൻ പൊങ്ങച്ചൊന്നും പറയല്ല, വലിപ്പം പറയുമൊന്നും അല്ല, ചെയ്തിട്ട് വലങ്കൈ ചെയ്യുന്നിടങ്കി അറിയരുതെന്നാ. എന്നാലും ഞാൻ പറയുക, 60 അടി നീളത്തിലാ ഫുഡ് കഴിക്കാൻ മാത്രം ഹോള് പണിതിരിക്കുന്നത്. പന്തിയായിട്ട് എൻ്റെ യേശു നിരത്തിയിരുത്തി ആഹാരം കൊടുത്ത പോലെ എല്ലാ മാസവും 100 കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ നട്ടലിനെ ദൈവം ബലപ്പെടുത്തി. എൻ്റെ ബുദ്ധിമുട്ടൊക്കെ സ്വർഗത്തിലെ ദാനത്തിനൊത്തോണം ദൈവം തീർത്തു. ഒരു വണ്ടിയല്ല പിടിച്ച് മേടിച്ചുകൊണ്ട് പോയുള്ളൂ, ഒരു വണ്ടിയെ പിടിച്ച് മേടിച്ചുള്ളൂ കേട്ടോ. 3ാമത്തെ കാറ് എൻ്റെ വീടിനകത്ത് ഷെഡിനകത്ത് കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഒരു പേരയുടെ ചോട്ടിൽ ഞാൻ ഇട്ടിരുന്നതാണ്. അതിൻ്റെ പുറത്തൊരു പേരയ്ക്ക വീണിട്ട് അവിടെ തുരുമ്പിക്കുന്നതാണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഗൾഫിൽ ചെന്ന പാസ്റ്റർ അമേരിക്ക പോകാൻ ഇവിടെ പേപ്പർ ശരിയാക്കി വന്ന് ഒരു വില പറഞ്ഞ വിലയ്ക്ക് ഞാൻ എടുത്ത് കൊടുത്തു. എന്നിട്ട് റാന്നി പോയി ഒരു പുത്തൻ സ്കൂട്ടർ മേടിച്ചു വന്ന് വൈഫിന് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രത്യേകം കാറില്ല, ഇനി നിനക്ക് കാറ് വേണമെങ്കിൽ വേറെ 2 കിടപ്പുണ്ട്, നീ ഓടിച്ചാൽ മതി, പുത്തൻ സ്കൂട്ടർ എടുത്ത് ഓടിച്ചോളാൻ പറഞ്ഞു. 1 കിലോ കപ്പ മേടിച്ച് പെറ്റവെള്ളയ്ക്ക് പുഴുങ്ങി കൊടുക്കാനില്ലാത്തവൻ കഴിഞ്ഞ ദിവസം മോന് കീബോർഡ് വേണമെന്ന് പറഞ്ഞു. നേരെ എറണാകുളത്ത് ചെന്നു ഫോൺ അങ്ങോട്ട് ഓൺ ചെയ്തു. 1,25,000 രൂപ. കസേരയിലൊന്ന് മുറുക്കി പിടിച്ചോളൂ. അല്ല ചുമ്മാ എന്ന് ഇങ്ങനെ അടിയടിച്ചാൽ 1,4 ലക്ഷം രൂപയുടെ കീബോർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെങ്കിൽ ദൈവം അനുഗ്രഹിച്ചില്ലയോ? എന്നെ മിണ്ടാത്ത എന്നാ ഒരു സ്വത്രാഴ്ച എടുക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് നോക്ക്, ഒറ്റ മനുഷ്യൻ. നിങ്ങൾ 100 കണക്കിന് പ്രസംഗം എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരെണ്ണത്തിനകത്ത് വേലയെ സഹായിക്കണമെന്നോ സപ്പോർട്ട് ചെയ്യണമെന്നോ ഒന്നും പറയത്തില്ല. എന്താ കാര്യം? ഇസ്രായേൽ മക്കളുടെ ദൈവം ഇപ്പോഴും ഉണ്ട്. ഞാൻ അമ്മയെ കളഞ്ഞേച്ച് പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് ഇത് പറയാനിരുന്നല്ല, പക്ഷെ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കാനാണ് പറയുന്നത്. നമ്മെ കളഞ്ഞേച്ച് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സഹോദരൻ എന്നോട് പറയുന്നത്, മണിമലയിലെ ഒരു വീട്ടിൽ എല്ലാ ബുധനാഴ്ച ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ ഇടയായിരിക്കപ്പോഴും ഒരു സ്ഥലത്ത് കുഞ്ഞോൻ പാസ്റ്റർ. ഇപ്പം പുള്ളിയില്ല, മരിച്ചുപോയി. അതൊന്ന് പെട്ടെന്ന് പറഞ്ഞെന്നാന്ന് വെച്ചാൽ മീറ്റിംഗ് കഴിയുമ്പോൾ നമ്പർ ചോദിച്ചുകൊണ്ട് വരും. ഞാനത് തെളിച്ചങ്ങ് പറയുള്ളൂ, മരിച്ചുപോയി. അല്ലെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ആ പാസ്റ്റർ നമ്പറുണ്ടോ? കാരണം നമ്മൾ എവിടെ ചെന്നാൽ വിടുവിക്കപ്പെടുമെന്ന് ഓർത്തിരിക്കുക നമ്മൾ. അതുകൊണ്ട് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ പറയും
ഞാൻ നിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കും വരികയില്ല, എനിക്കൊരുത്തൻ്റെയും പ്രസംഗവും കേൾക്കണ്ട, എനിക്കൊരു പ്രവചനവും കേൾക്കണ്ട. എന്താ കാര്യം? ഞാൻ പറയണ എനിക്ക് രോഗമോ പൈശാചിക ബാധയാണ്, ഉപദേശിവരെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാറുമെന്ന്. ഇത് ജപ്തി നോട്ടീസ് കൊണ്ട് ബാങ്ക് മാനേജർ വരുമ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പല്ലടിച്ച് പറിക്കും അവർ. അല്ലേ തന്നെ അവർ പറയുന്ന വെളിപ്പാട് ബാങ്കിൽ പോയി പറയാൻ പറ്റും, ഞാനൊരു കാഴ്ച കാണുന്നു. മാനേജർ പറയും ഞാനും ഒരു കാഴ്ച കാണുന്നുണ്ട്. ലോണെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ വരത്തില്ല. അപ്പൊ ഇവൻ പറയുന്നത് എന്താണെന്നറിയോ? ചെങ്കടലിന്റെ മുമ്പിൽ 6 ലക്ഷം കുടുംബങ്ങൾ വഴിയില്ലാതെ നിൽക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടലിന്റെ അകത്ത് 6 ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടി വഴി തുറന്ന ദൈവത്തിന് നിന്റെ കൊച്ചു കുടുംബത്തിന് വേണ്ടി ഒരു വഴി തുറക്കാൻ പറ്റത്തില്ലേ? ഇതൊരു വല്ലാത്ത ചോദ്യമായി പോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നും ദൈവം വഴി തുറക്കും. വിശ്വസിക്ക്, ഇന്നും വഴി ദൈവം തുറക്കും. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ബംഗാൾ ഉൾക്കടലിലേക്ക് പോകാമെന്നല്ല യേശു പറഞ്ഞത്. ആ പടകിന്റെ വലത്തുവശത്ത് ആഴത്തി വീശ്, വലിച്ചു കയറ്റാൻ വയ്യാത്തോലെ മീൻ കിട്ടി. ഹല്ലേലൂയ. ശിഷ്യന്മാരെ വിളിച്ചോണ്ട് ബംഗാൾ ഉൾക്കടലിൽ പോയോ? രാത്രി മുഴുവൻ നോക്കിയിട്ട് കിട്ടാത്തടത്തൂന്ന് പിടിപ്പിച്ചു. പക്ഷെ എങ്ങനെ പിടിച്ച്? ഇച്ചിരി കൂടെ ആഴത്തിലോട്ട് ഇറക്കാൻ പറഞ്ഞു. അപ്പൊ ഇവന്മാർ എവിടെ ആയിട്ട് വല വീശിയത്? മണ്ടയ്ക്ക് കിടന്ന് പതപ്പിക്കുമായിരുന്നു. മണ്ടയ്ക്കൊന്നും വലിയ മീനൊന്നുമില്ല. ചൊറി മാറട്ടെ, കുഴിനകം മാറട്ടെ, അതൊന്നുമല്ല സുവിശേഷം. ഇച്ചിരി കൂടെ ആഴത്തിലോട്ട് വാങ്ങി വലിയ സംഭവം ഇത്. സ്തോത്രം, സ്തോത്രം. എത്ര ആഴത്തിൽ പോയാലും 9 മണിക്കുള്ളിൽ കയറി വന്നേക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ആഴത്തിലോട്ട് പോകുന്നില്ല. ചിലപ്പം പിടിവിട്ട് പോയെന്നിരിക്കും. എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. എങ്ങനെയാലും ഒരാളെ ദൈവാത്മാവ് തൊടണം. അടുത്ത പ്രശ്നം എന്നെ അഭിമുഖീകരിച്ചത് ഒരു പഴഞ്ച സ്കൂട്ടറുണ്ട്, ബുക്കും പേപ്പറും ഒന്നുമില്ല, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന്. അതിനകത്ത് പെട്രോളില്ല, ചാരി വെച്ചേക്കും അവിടെ. ഞാൻ പറഞ്ഞൊക്കെ പോവാണെങ്കിൽ പെട്രോളില്ല അതിനകത്ത്. അപ്പം അമ്മ കന്നാസിനകത്ത് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഒഴിക്കാമെന്ന് പറഞ്ഞു. ബസ്സിൽ പോയി കന്നാസിനകത്ത് പെട്രോൾ മേടിച്ചുകൊണ്ട് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ചാക്ക് കെട്ട് കയറ്റിക്കൊണ്ട് പോകുന്നു. ഇവനെയും കയറ്റി മണിമല പോയി ഒരു വീട്ടിൽ. ഒരു പ്രതീക്ഷയില്ല, ഒരു വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പോയത് സത്യമായിട്ടും പറയും, ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം, ഒരു ചായയും കുടിക്കാം, ഒരു പരിപ്പടയും കഴിക്കാം. എൻ്റെ പൈസയില്ല. അത് കയറുന്നില്ലെന്ന് ഓർത്ത് അവിടെ ചെന്ന് നിന്നപ്പം ദൈവാസന്മാർ സഹോദരന്മാരൊക്കെ വന്നിട്ട് സഹോദരൻ എന്നെ ഇവിടെ നിൽക്കുന്നു ചോദിച്ചു. അമ്മ മോനച്ചനെ കൊണ്ട് വന്നേ. സഹോദരൻ കയറിയിരി എന്നും പറഞ്ഞ് എന്നെ തള്ളിക്കൊണ്ട് നടക്കോട്ട് പോയി. ഇപ്പം എനിക്ക് മനസ്സിലായി, നിർബന്ധിച്ച് ക്രൂശിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചത് കുഞ്ഞുങ്ങളെ പ്രസിദ്ധനാക്കാനാണ്. ഞങ്ങൾ വല്ലതൊക്കെ നിർബന്ധിച്ച് പറയുന്നെങ്കിൽ നിങ്ങളെ തകർക്കാൻ, നിങ്ങൾ താഴാൻ നിങ്ങൾ ദൈവം പ്രസിദ്ധരാക്കും. നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ അകത്ത് കയറി നോക്കി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അമ്മ മരിച്ചു പോകും, ഞാൻ ഇനി ബാംഗ്ലൂരിൽ പോയി, എനിക്കിനി ഒന്നേ എന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്ത് കീഴിൽ ആൾക്കാരെ നിർത്തിയൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു പോയി. ഒരു ലെവലിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ പോയി വല്ല കോൺട്രാക്ടറുടെയും കീഴിൽ നിന്ന് കട്ട പൊട്ടിക്കാനും കൂലിപ്പണി ചെയ്യാനും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇനി എന്തോ ചെയ്യുമെന്നോർത്ത് അമ്മ മരിച്ചു പോലോ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ ഈ പാസ്റ്റ് ഉണ്ടല്ലോ, ആദ്യം വന്ന് എൻ്റെ തലയിലോട്ട് കയറി ഇങ്ങനെ തൊട്ട് എൻ്റെ ഹൃദയം എന്നോട് ചോദിക്കുക, കുഞ്ഞ് നാട് വിട്ടു പോവാന്നോ? അതെന്താ എന്നെ തൊട്ടത്? ഞാൻ പറയാം. ഹൃദയം മുറിഞ്ഞവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ. കാരണം യേശു അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഞാൻ നാട് മുഴുവൻ പള്ളി പണിയൊന്നും കുരിശും തൊട്ടി ഉണ്ടാക്കുമൊന്നുമല്ല, ഹൃദയം മുറിഞ്ഞവന്റെ മുറിവ് കെട്ടാൻ, സിയോനിലെ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആ അഭിഷേകം തന്നെയാ ഞങ്ങൾക്കും കിട്ടിയേക്കുന്നത്. ഹല്ലേലൂയ. അത് തന്നെയാ ദൈവദാസന്മാർക്കുള്ള. അപ്പം നമ്മുടെ ഡ്യൂട്ടി അതാണ്, സിയോനിലെ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുക, ഹൃദയം മുറിഞ്ഞവന്റെ മുറിവ് കെട്ടുക, വിഷണ്ണ മനസ്സുകൾക്ക് സ്തുതി എന്ന മേലാട് നൽകുക. അവിടെ ഒരു വാക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വെണ്ണീരിന് പകരം അലങ്കാരമാലയാക്കുക. നിങ്ങളുടെയൊക്കെ വീടിനകത്ത് സംഭവിച്ചു, ശത്രു ചാരമാക്കിയിടത്തൊക്കെ അലങ്കാരമാല ഇടും. അലങ്കാരമാല. സ്വത്രം ഭയങ്കര സംഭവം നടന്നു. ചുമ്മാ ഒന്നുമല്ല, പ്രാർത്ഥന സംഭവം എന്താ അറിയോ? അവിടെ ചെന്ന് ഞാൻ ഇരിക്കുക, എൻ്റെ തലയിൽ പിടിച്ച ഒരു ചോദ്യം ആദ്യം ചോദിച്ചു, കുഞ്ഞ് നാട് വിട്ടുപോവാണ്. ഞാൻ പറഞ്ഞു നാട് വിട്ടുപോകാം, അല്ലാതെ വേറെ വഴിയില്ല. ഉടനെ അദ്ദേഹം പറയാ, നീ ആയിട്ട് നാട് വിട്ടു പോകണ്ട, അനേകം നാടുകളിൽ കർത്താവ് നിന്നെ അയക്കാൻ പോവാ. ഇപ്പോഴും 4 പ്ലെയിൻ ടിക്കറ്റ് എൻ്റെ പോക്കറ്റിലല്ല, ഫോണേ കിടക്കുക. 4 പ്ലെയിൻ ടിക്കറ്റ് ഇപ്പൊ കിടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിലും ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റിലും എല്ലാം പോയി ഇങ്ങോട്ട് കറങ്ങി വന്നതേ ഉള്ളൂ.
ഇനിയും തിങ്കളാഴ്ച ബുധനാഴ്ച വീണ്ടും കാറെടുത്ത് കർണാടകയ്ക്ക് പോവാ. അത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ പിന്നെയും പല രാജ്യങ്ങളിലേക്കും വിളിച്ചിരിക്കുക. പ്രീ ഡിഗ്രി തോറ്റ മൊണ്ണയുടെ തലയെ കൈവച്ചു പറയുക. ഞാൻ എന്നെ തന്നെ പൊളിച്ച് പറയുന്നത് ഈ അത്യന്ത ശക്തി ആരുടെ സ്വന്തമല്ല. എന്നെ പോലുള്ള ഒരാൾക്ക് ഇത് ഏറ്റെടുത്ത് ഇങ്ങനെ കയറി വരാൻ നിങ്ങളൊക്കെ എന്നെയൊക്കെ വലിയ ആൾക്കാരാ. സ്വതന്ത്രം ഇതിൻ്റെ ആ കറക്റ്റ് പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ പിടിച്ചിട്ട് പറയാ, നീ അനേകം നാടുകളിൽ കർത്താവിൻ്റെ വചനമായിട്ട് പോകുന്നു. അയ്യോ, ഒരു കാരണവശാലും എൻ്റെ ഉള്ളിലോട്ട് അത് പോയേയില്ല. ഞാൻ ഏറ്റെടുത്തേ ഇല്ല. കാരണം ഭാഷമാർ സ്ഥിരം പരിപാടി ചെയ്ത് തല കൈവച്ച് വലിയ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ മറിയയോട് പറഞ്ഞു, വിവാഹം കഴിക്കാത്ത സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് കുഞ്ഞുണ്ടാവും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, സിംഹാസനം സ്ഥിരമായിരിക്കും. ഗബ്രിയേലിനോടാന്ന് പറഞ്ഞാലും മറിയ ചോദ്യം ചോദിച്ചു. കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഗബ്രിയേൽ മറുപടി പറയുകയാണ്, യോസേഫുമായിട്ടുള്ള നിന്റെ കല്യാണം ജൂൺ മാസം 10-ാം തീയതി അടക്കം വളനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബിരിയാണി ആയിരിക്കും ആഹാരം. ഇങ്ങനെ ദൂത് കേൾക്കാനിരിക്കുക നമ്മള്. കാരണം ജോസേഫുമായിട്ടുള്ള കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക. അത് ജൂൺ മാസം 10-ാം തീയതി നടക്കും, ബിരിയാണി ആയിരിക്കും ആഹാരം എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ദൂതായിരുന്നു എന്ന് പറയും. ഇന്ന് കറക്റ്റ് ദൂതെന്ന് പറഞ്ഞിരിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ദേവാസന്മാര് പറയുമ്പോൾ പറയും കറക്റ്റ് ദൂതാണ്. അതൊന്നും അല്ല. മറിയയുടെ ചിന്ത വരാത്ത ഒരു കാര്യം പറഞ്ഞു. യോസേഫുമായിട്ടുള്ള കല്യാണത്തെ കുറിച്ചല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഇന്ന് രാത്രി ഞാൻ അതിനകത്തുനിന്നൊരു ദൂത് പറയാം. അതേ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ, അതേ ആത്മാവ് നിന്റെ മേൽ വന്നാൽ പുതിയ ചില ഉത്ഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടാകാൻ പോവുകയാണ്. പുതിയ ചില തുടക്കങ്ങൾ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. പുതിയ ചില ഉത്ഭവങ്ങൾ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിനകത്ത് തുടങ്ങാൻ പോവുകയാണ്. പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോവുകയാണ്. സ്വപ്നം കാണാത്ത ശുശ്രൂഷ എന്റെ പഞ്ഞു മാറി. ഇങ്ങനെയുണ്ടോ അനുഗ്രഹം? ഇങ്ങനെയുണ്ടോ സമാധാനം? ഒരു വീട് ജപ്തി എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് കിടന്ന വീടും കൂടെ വിലയ്ക്ക് വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. ഈ മുൾപ്പടപ്പ് കത്തുമ്പോഴേ ആടിനെയും പിടിച്ചോണ്ട് ഓടാതെ ഒന്ന് അടുത്ത് എന്ന് നോക്കി എന്തുവാന്ന്. നാട് കിടക്കാൻ തുടങ്ങി ഒരു മൊണ്ണച്ചെറുക്കൻ ഇതും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കൂടെ എല്ലാം നടക്കുമ്പോൾ ശ്രദ്ധിക്ക് എന്തുവാന്ന്. വിമർശിച്ച് 10 മിനിറ്റ് കൂടിപ്പോയാൽ ഉടനെ അങ്ങ് ചാകാൻ തുടങ്ങാതെ 10 മിനിറ്റ് പോയിട്ട് കൂടിപ്പോയാൽ 1 മണിക്കൂർ തന്നിടത്തൊന്നുമില്ലേ 10 മിനിറ്റ്, ആകെ 10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് യേശു സ്നേഹമാണെന്ന് പറഞ്ഞാൽ സുശേഷാകത്തില്ല. അങ്ങനെ പ്രസംഗിക്കും ഇങ്ങനെ പ്രസംഗിക്കെന്ന് പറയാൻ എളുപ്പമാണ്. അത് കയറി നിന്ന് പ്രസംഗിക്കും. ഇതൊന്നും കഴിവല്ല സഹോദര, കഴിവല്ല, മിടുക്കല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പം വരുന്ന മാറ്റമാണ്. സ്തോത്രം. ഫോണെ പണിയോണ്ടിരിക്കല്ലോ പ്ലീസ്. ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫോണെ പണിയാതെ പ്ലീസ് പ്ലീസ്. നിങ്ങൾ ആരും ആയിക്കോട്ടെ പ്ലീസ്. ഞാൻ ഹൃദയം തുറന്നാ സംസാരിക്കുന്നു. സ്തോത്രം. ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിനകത്തൊരു മാറ്റം വരണം. അതിനാ ദൈവാസൻ എല്ലാം മാറ്റി വെച്ചിരുന്നു ഘോഷിക്കുന്നു. ഞങ്ങൾ ആരൊക്കെ ഭീമോനച്ചനല്ല, സുനിപ്പാഷല്ല, ആര് എവിടെ നിന്ന് വന്നാലും പരിശുദ്ധാത്മാവ് ചലിക്കാതെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അനുഗ്രഹം ഉണ്ടാകത്തില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസം പ്രാപിക്കണം. നിങ്ങൾ എന്നോട് ഭാഷ പറയാം, ഇങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അവസ്ഥ എന്തുവാ? എനിക്കാണ് 21-ാം സങ്കീർത്തനം തന്നെ മൊത്തം അറിയത്തില്ല. അന്നേരം എന്നോട് പറയാ, നീ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷനായിട്ട് രാജ്യങ്ങൾ കടന്നു പോകാൻ പോവാ. ഞാൻ രാവിലെ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു രാജ്യത്തോട്ട് 2 സഭയിലോട്ട് 2 മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസത്തിൽ വിളിച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് 2 പ്രാവശ്യം പോകാൻ പോയി. അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അവന്മാര്. ഞാൻ ഇപ്പോൾ എനിക്ക് വയ്യ, പോകത്തില്ല. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ദൈവം അവർ തിരിച്ചു വിളിച്ചില്ല. സ്വത്രം. വിളിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ വിളിക്കാതിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ദൈവം അയക്കാത്ത ഒറ്റ വേദി പോയി നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തമ്പുരാൻ അയച്ചതാന്ന് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ. അത് മതി.
സ്തോത്രം. ഭയങ്കര സംഭവം നടന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹൃദയത്തെ പരിശോധിക്കുന്ന കർത്താവ് പെട്ടെന്ന് എന്നോട് സംസാരിച്ച് ദൈവാത്മാവ് പറഞ്ഞേ, നീ പലതും തുടങ്ങി പക്ഷെ പൂർത്തീകരിച്ചില്ലല്ലോ, ശരിയല്ലേ? അടുത്ത ചോദിച്ചത്, കെട്ടിയിട്ടിട്ടൊരു വള്ളം തുഴഞ്ഞാൽ എവിടം വരെ പോകും? ഞാൻ പറഞ്ഞു, കെട്ടിയിട്ട വള്ളം തുഴഞ്ഞാൽ അധികം പോകത്തില്ല. തടിയും കൊണ്ടുള്ളൊരു വീടല്ലേ എന്ന് ചോദിച്ചു. കയറി ചെല്ലുമ്പോൾ ഒരു വാതിലില്ലേ? ഞാൻ മനസ്സിൽ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. കയറി ചെല്ലുന്ന പിന്നെ കഴുക്കോലെ കൂടാതെ വാതുക്ക കൂടാ. ആ വാതുക്ക കൂടെ അങ്ങോട്ട് കയറുമ്പോൾ വേറൊരു വാതിലുണ്ട്, അത് 2 അടി പൊക്കത്തിലായിരിക്കുന്നേ. അതെന്ത് മുറിയാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറ. അതിനകത്തൊക്കെ ഒത്തിരി പണി നടന്നിട്ടുണ്ടല്ലോടാ. എന്താണെന്നറിയോ? അപ്പച്ചൻ എരുമേലിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന എന്തൊക്കെയോ പരിപാടി ചെയ്യുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്തു അന്ന് പറയും, അപ്പച്ചന് മരുന്നുണ്ടാക്കുക, കുഞ്ഞങ്ങ് പൊക്കോളെ. മുടിയാനുള്ള ലേഹ്യം ഉണ്ടാക്കുമായിരുന്നു 2 കൂടെ. കൂടോത്രം എന്നെ ദേവനെ കൈക്കൊള്ളുന്നുള്ള വേദന എന്നോട് പറയാ, റോഡേ പോയതിനെ വരെ വിളിച്ച് കയറ്റിയല്ലോടാ. അടുത്ത എന്നോട് ചോദിച്ചു, മോനെ ആ കെട്ട് ദൈവാത്മാവ് അഴിച്ചാൽ പിടിച്ചാ കിട്ടാത്ത പോലെ ഒരു ഉയർച്ച വരാൻ പോവാ. ചിലരുടെയൊക്കെ ചില അറിയുന്നില്ല, കിടന്ന് കയ്യും കാലിട്ട് അടിക്കുന്നുണ്ട്, പക്ഷേ എങ്ങും എത്തിയില്ല ഇതുവരെ. നമ്മൾ അറിയത്തില്ല, പല മേഖലകളിലും ചില ബ്ലോക്കുകളൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഒന്നും ഇല്ലെന്നും പറഞ്ഞിരിക്കരുത്. ഒരു സ്ത്രീ പള്ളിക്കകത്ത് കൂനി നടക്കുക. ആ സ്ത്രീയെ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞത് 18 വർഷങ്ങൾക്ക് മുമ്പ് സാത്താൻ ബന്ധിച്ചാണ്. കർത്താവ് ഒരു മരുന്നും കൊടുത്തില്ല, കർത്താവ് ഒന്നും ചികിത്സ ചെയ്തില്ല. പ്രാവിന്റെ സന്തതിയായി ഇവളെ സാത്താനെ വിട്ടുപോ. അദൃശ്യ മണ്ഡലത്തിൽ എന്തോ അവളെ വിട്ടുപോയി. അത് കണ്ണുകൊണ്ട് ആരും കണ്ടില്ല, പക്ഷെ അവളെ നിവർന്നു. ഞാൻ സത്യമായിട്ടും പറയാം, ആത്മീയത്തിലും ഭൗതിക തലങ്ങളിലും ആരോഗ്യത്തിലും എല്ലാം നീ നിവരാൻ പോവാ. ഈ ഉപവാസത്തിനകത്ത് നിങ്ങളെ ചില കുടുംബങ്ങളെ ദൈവം നിവർത്താൻ പോകുകയാണ്. അതിന് ആമീൻ പറയാൻ എത്ര പേര് തയ്യാറാണ്? ശുശ്രൂഷയിൽ മാത്രമല്ല, ആരോഗ്യത്തില്, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളില് ഒക്കെ ദൈവം നിങ്ങളെ നിവർത്താൻ പോവുകയാണ്. എനിക്ക് സ്കൂട്ടറിനകത്ത് പെട്രോൾ ഒഴിച്ചുകൊണ്ട് പോയി എന്നെ ദൂത് കേൾപ്പിച്ച സഹോദരനില്ലേ, അതൊക്കെ കഴിഞ്ഞിടയ്ക്ക് എത്തി വന്നപ്പോ കാറെ കയറ്റിയിരുത്തി അങ്ങാടി സൊസൈറ്റിയുടെ മുമ്പിൽ കൊണ്ട് കാറ് പാർക്ക് ചെയ്ത് ആണത്തമായിട്ട് അങ്ങോട്ട് കയറി ചെന്ന് സൊസൈറ്റിയിലെ 1,61,000 രൂപ ചെക്ക് എഴുതി കൊടുത്ത് അവന്റെ ജപ്തി മാറ്റാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് അവൻ കന്നാസിനകത്ത് പെട്രോൾ മേടിച്ചൊഴിച്ച് എന്നെ കൊണ്ട് ദൂത് കേൾപ്പിച്ചതാ. അവന്റെ ജപ്തി മാറ്റാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. പൊങ്ങച്ചമല്ല, മറ്റൊരു മാർത്തോമാ സഹോദരന്റെ ജപ്തിയുടെ പ്രശ്നം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം 50,000 രൂപ പ്ലസ് 30,000 80,000 രൂപ കൊടുത്തവനെ നിലനിർത്താൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ബന്ധുവായ ഒരുവൻ കാനഡയിൽ പോയി വീട് മേടിച്ചു, നാട്ടിലൊരു ലോൺ എടുത്തു. അതിന്റെ ജപ്തി പ്രശ്നം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെന്നെ ഫോൺ ചെയ്തു, 5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കാൻ അടുത്ത ദിവസങ്ങളിൽ ദൈവം എന്നെ സഹായിക്കാൻ പോകുകയാണ്. അല്ലല്ലേ? നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞ ഒത്തിരി കോടികൾ ഉണ്ടെന്നുള്ളതല്ല. ദൈവമക്കളെ, ഒരുത്തന്റെ മരുഭൂമിയെ ദൈവം ഉദ്യാനമാക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനൊക്കത്തില്ല. അത് ചെയ്യുന്നത് പരിശുദ്ധ ആത്മാവാണ്. അല്ലല്ലോ? ഇന്ന് രാത്രി ഞങ്ങൾ ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഒന്നിച്ച് ആരാധിക്കുന്ന സമയത്ത് ഞങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾക്കൂടെ തരാൻ പോവുകയാ. ഞങ്ങളുടെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഏലപ്പാറയിലെ ഏതോ ഗ്രാമത്തിനകത്ത് ആരാലും അറിയപ്പെടാത്ത ഒരു അനീഷ് ഏലപ്പാറയെ ലോക രാജ്യങ്ങളിൽ എത്തിച്ചത് തന്റെ വിദ്യാഭ്യാസമോ പ്രസംഗത്തിന്റെ ശ്രേഷ്ഠതയല്ല, തന്റെ മേൽ വന്ന അഭിഷേകമാണെന്ന് അദ്ദേഹം അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പറയുകയാണ്, ആരും അറിയപ്പെടാതെ കിടന്ന് ഞങ്ങളെയൊക്കെ 10 പേരറിയുന്നെങ്കിൽ ഞങ്ങളുടെ കഴിവല്ല, അത് മിടുക്കല്ല, അഭിഷേകം. അത് മുഖങ്ങളെ തകർത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ ആത്മാവി പറയട്ടെ, നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ നിങ്ങളെ ഒതുക്കിയ എല്ലാ മുഖങ്ങളെയും ഇന്ന് രാത്രി അഭിഷേകം തകർക്കുന്ന രാത്രിയാണ്.
വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ കഴിയാതെ, ആരോഗ്യത്തിൽ നിലനിൽക്കാൻ കഴിയാതെ, ശുശ്രൂഷയിൽ മുന്നേറാൻ കഴിയാതെ, സാമ്പത്തിക മേഖലയിൽ മുന്നേറാൻ കഴിയാതെ, ജോലിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ, ദാമ്പത്തിക ജീവിതത്തിനകത്ത് പരാജയങ്ങൾ സംഭവിക്കുന്ന എല്ലാ മേഖലയ്ക്കകത്ത് ദൈവാത്മാവ് അത് ഇടപെടാൻ പോവുകയാണ്. എല്ലാ മരുഭൂമികളെയും കർത്താവ് ഉദ്യാനമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സഹായിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഈ അത്യന്ത ശക്തി ആരുടെ സ്വന്തമല്ല, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കും. ഞാൻ ഓർത്തില്ല എന്നെ ഇങ്ങനെ ദൈവം തൊടും. ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞത്, മനസാക്ഷി മരവിക്കാത്ത മനുഷ്യത്വം അല്പമെങ്കിലും അകത്ത് ശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഭാഷ പിടികിട്ടും. ഞാൻ വെച്ച് കെട്ടി ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒരു മസാലയും ചേർക്കാതെ പ്രസംഗിക്കുന്നേ. ഈ അവസ്ഥയിലിരുന്ന് എൻ്റെ ജീവിതത്തിലെ കർത്താവിന്റെ ദാസൻ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ദൂത് പറഞ്ഞു, കെട്ടഴിക്കാൻ പോവാന്ന്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇതൊന്നും അറിയാൻ വയ്യാതെ രണ്ടുപേര് രാത്രിയില് എൻ്റെ കുടിയന്മാര് ഒഴിഞ്ഞു പോവാ. നേരം എടുത്തപ്പോഴും അവിടെ തന്നെ ഇതെന്നാ ഇങ്ങനെ. ഒരുത്തൻ അവനോട് ചോദിക്കുക, നീ കെട്ടഴിച്ചില്ലായിരുന്നു? കെട്ടഴിച്ചില്ല. എന്നിട്ട് നേരം വെളുത്തിട്ടും വള്ളം അവിടെ തന്നെ നടപ്പുണ്ട്. ശരീരം ഭയങ്കര അധ്വാനമാണ്. ആ നടന്നിട്ട് ഫലവും ഇല്ല. നായിക്കിരിക്കാൻ ബിസിയാ, ബിസി. കൈവല്ലം ഉണ്ടടാ? വായ്പ വാങ്ങാനല്ല, കൊടുക്കാൻ ദൈവം സഹായിക്കും. ചുമ്മാ എഴുതി വെച്ചേക്കുന്നതല്ല. ദൈവം എന്നോട് ചോദിച്ചു, മോനെ ഇതിൻ്റെയൊക്കെ കാരണം എന്നാണെന്നറിയാവോ? ഞാൻ പറഞ്ഞത് അറിയാനാ വന്നു. എനിക്കറിയാവൂ. ഞങ്ങൾ വീട്ടിൽ ഞങ്ങളെല്ലാവരും തമ്മി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് മാത്രം എന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ സാഹചര്യമുണ്ട് ജീവിക്കാൻ, പക്ഷെ അനുഭവിക്കാൻ പറ്റും. ഈ ഭൂതത്തിന്റെ ഒരു അജണ്ട എന്താണെന്നറിയോ? നന്മയുണ്ട്, പക്ഷെ അനുഭവിക്കരുത്. ഒരു തെളിവ് പറയാൻ പോവാം. എതിർദേശത്തെ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ യേശു ശിഷ്യന്മാരെയും കൊണ്ട് പോയപ്പോൾ അന്ത്രയോസിനോട് വല്ലതും പറഞ്ഞായിരുന്നു, ഒരു കൈലിമുണ്ടും ഒരു ടീഷർട്ടും പഴയത് എടുത്തോണം. അവിടുത്തെ മുണ്ടില്ല, ഒരു തന്നിപ്പുണ്ട്. അവനെ ഞാൻ ബോധം വന്ന അവനെ നീ അവന് ടീഷർട്ട് ഇടിച്ചോണോ പറഞ്ഞോ? ഇല്ല. അവന്റെ ദേഹത്തു നിന്ന് ഭൂതത്തെ ഇറക്കിയപ്പോൾ അവൻ ജൗളിക്കടയിലോട്ട് ഓടിയെന്നല്ല, അവൻ വസ്ത്രം എടുത്ത് ധരിച്ചു. അപ്പൊ ഇവനുണ്ട്, വസ്ത്രമുണ്ട്, പക്ഷെ അത് ശരീരത്തിടാൻ ഇവന്റെ അകത്തെ ഭൂതം അനുവദിക്കത്തില്ല. ഇത് ചെറിയ ഉദാഹരണമാണ്. നന്മ ഉണ്ട്, പക്ഷേ അനുഭവിക്കരുത്. സാത്താൻ അതാണ് ഏദൻ തോട്ടത്തിലും അപ്ലൈ ചെയ്തത്. തലയ്ക്ക് ചുറ്റും പഴമാ, പക്ഷെ നീ തിന്നണ്ട. മനസ്സിലായവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഈ ഏദൻ തോട്ടത്തിൽ മാത്രമാണോ? യോബിനോട് ദൈവം, യോബിന്റെ പുസ്തകത്തില് ദൈവം സാത്താനെ വിളിച്ചിട്ട് ചോദിക്കുക, നീ എവിടെ ആയിരുന്നെന്ന്. ഉടനെ പറയാ, ഞാൻ ഭൂലോകത്തി മൊത്തം ഊടാടി സഞ്ചരിച്ച്. നിന്റെ റൂട്ട് മാപ്പല്ല ചോദിച്ചത്, നീ യോബിന്റെ വീട്ടിൽ പോയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒറ്റ വാക്ക് ഉത്തരം പറയാം. എന്നാ യൂസ് ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ സലാല. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ ഡിസംബറിൽ സലാലയിൽ പ്രസംഗിക്കും. ഈ സലാല അവിടെ അന്ന് യൂസ് ദേശം, അവിടെ യോബ് മാത്രമേ ഉള്ളൂ. പിന്നെ യോബിനെ മാത്രം ചോദിച്ചാൽ എന്നാന്നറിയോ? ആരെങ്കിലും ദോഷം വിട്ടകന്ന് ഗുണം ചെയ്ത് ദൈവഭക്തനായി ജീവിച്ച് 4 പൈസ കയ്യിലുണ്ട്, 10 ഒട്ടകം ഉണ്ടെന്ന് കണ്ടാൽ ഇവന് ഭയങ്കരം ചൊറിച്ചില്ല. ഇവന് പിന്നെ അത് അറുത്ത് മുടിച്ചു കഴിഞ്ഞേ ഇവന് സമാധാനം വരത്തുള്ളൂ. അതാ യേശു പറഞ്ഞത്, അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമായിട്ട് ഒരു സാത്താൻ വരുന്നത് അറുക്കാനാണ്, കൊല്ലാനാണ്, മുടിക്കാനാണ്. നിങ്ങളെ മുടിക്കെന്നും പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് ഇവിടെ. അതിനോടൊക്കെ എതിർത്ത് നിൽക്കണേ അഭിഷേകം വേണം. പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും സാത്താൻ അറിയത്തില്ല. അഭിഷേകമുള്ളവന് മാത്രമേ അവനോട് എതിർക്കാൻ പറ്റത്തുള്ളൂ. 2 ആത്മാക്കളുടെ പ്രവർത്തനം ഭൂമി നടന്നുകൊണ്ടിരിക്കുക. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസം പ്രാപിക്കുക. അപ്പൊ ഒരാത്മാവ് നമ്മളെ അനുഗ്രഹിക്കാനായി നടക്കുമ്പോൾ ഒരാത്മാവ് മുടിക്കാൻ നടക്കുക. ഇതിലേ
ഏത് ആത്മാവിനാണ് നിങ്ങൾ അധീനരായിരിക്കുന്നത്? അതാണ് നിങ്ങൾ പരിശോധിക്കുന്നത്. മുടിക്കുന്ന ആത്മാവാണ് നിങ്ങളുടെ അകത്ത് കയറിയതെങ്കിൽ മുടിച്ച് മുണ്ടക്കോല് വെക്കും. പക്ഷെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയമാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. മാടക്കട തുടങ്ങിയാലും അനുഗ്രഹിക്കപ്പെടും. തൊട്ടുന്നതിനകത്തെല്ലാം അനുഗ്രഹമായിരിക്കും. ഈ രണ്ട് ആത്മാക്കളുടെ പ്രവർത്തനം നമുക്കറിയത്തില്ല. ഇതൊന്നും എനിക്കറിയത്തില്ലോ. അത് ഏക്കും പോക്കും അറിയാതെ ബിസിനസ് ചെയ്യാൻ പോയി മുടി ഉണ്ടക്കോല് വെച്ച് ഇവിടെ ഇങ്ങനത്തെ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. വൈകിയേ എല്ലാവരും മനസ്സിലാക്കത്തുള്ളൂ. ആ മുടിക്കാൻ തന്നെ നടക്കുക ഈ ശക്തി. നമുക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയാവോ? ഞാൻ വേറൊരു ഭാഗത്ത് വരും ലാസ്റ്റ്. എവിടെയാണെന്നറിയോ? അതൊന്ന് പറഞ്ഞു വെച്ചേക്കാം. അത് വേണം കൊണ്ടുവെക്കാൻ ഈ ദൂത്. യെശയ്യാ പ്രവാചകൻ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. 50-60 ഒന്ന് എടുത്ത്. അത് കഥ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ആയിപ്പോ, അല്ലെങ്കിൽ അതുകൂടെ കെട്ടിക്കൊണ്ട് വരിക. 60:1 എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു, പക്ഷെ നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഭയങ്കര ഒരു പ്രവചനമാണ്. വലിയ നമ്മൾ കരിയില കൂട്ടിയിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് തീ പടരുന്നു. ബെഡ്ഷീറ്റ് കൊണ്ടൊന്ന് പുതപ്പിച്ചത് കെടുത്താൻ പറ്റുമോ? ബെഡ്ഷീറ്റ് കത്തിച്ചോണ്ട് പോകും. സാത്താൻ ഇനി നിങ്ങളെ ഒരു കാരണവശാലും തൊടാൻ പറ്റാത്ത രീതിയിലാക്കാൻ പോ ദൈവം. അന്ധകാരം ഭൂമിയും കുരുട്ട് ജാതിയും മൂടും, എന്നാൽ നിന്റെ മേലെ യഹോവ ഉദിക്കും. ഒരന്ധകാരവും നിന്നെ തൊടത്തില്ല, ഒരു കൂരിട്ടും നിന്നെ തൊടത്തില്ല. പൈശാചിക മണ്ഡലങ്ങൾക്ക് നിന്നെ തൊടാൻ പറ്റാത്ത രീതിയിൽ ദൈവം നിന്റെ മേൽ അവന്റെ തേജസ്. അത് ഇച്ചിരി വ്യാഖ്യാനിക്കേണ്ട ഒരു വാക്യമാണ്. തേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് പെട്ടെന്ന് ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഗ്ലോറി എന്ന് എഴുതിയേക്കുന്നു. എന്തുവാ ഗ്ലോറി? ഗ്ലോറിയുടെ ശരിക്കുള്ള അർത്ഥം മഹത്വം എന്നാണ്. എന്തോ മഹത്വം. യെശയ്യാവ് ഇത് പ്രവചിച്ചു. യേശു വരുമെന്ന് മാത്രമല്ല, യെശയ്യാവ് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. യേശു കന്യക വരുന്ന കാര്യം മാത്രമല്ല, നിന്റെ മേലൊരു മഹത്വം വരുമെന്ന് യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനത്തെ ചുവട് പിടിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിലൂടെ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് കണ്ണടച്ചു പിടിച്ച് ഫോട്ടോ എടുത്ത് അമേരിക്കയിൽ അയക്കാനൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. മഹത്വം പ്രാപിക്കാനാ വിളിച്ചിരിക്കുന്നേ. ഈ ദൂത് ഏറ്റെടുക്കാമെങ്കിൽ നിന്റെ മഹത്വം വർദ്ധിക്കാൻ പോവുകയാണ്. നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ദൈവ മഹത്വം നിന്റെ മേൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. നിന്റെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വം നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ നടപ്പിൽ ഇപ്പോൾ ശലോമോന്റെ മേൽ വെളിപ്പെടുന്ന മഹത്വം അത് സ്വന്തം മഹത്വമല്ല, ദൈവം അവനെ ചമയിച്ചതാണ്. ശലോമോനെ ചമയിച്ചെന്ന്. ഹല്ലേലൂയ. ഒരു ആടിനെ വളർത്തുന്ന ദാവീദിന്റെ ചെറുക്കനാണ് ശലോമോൻ. എന്നാ കുടുംബ മഹിമയോ? ആടിനെ തീറ്റി നടന്ന അപ്പന്റെ മോനാ. ഇപ്പൊ ഇത്രയും മഹത്വം വെളിപ്പെടുന്നെങ്കിൽ അത് സ്വന്തം മഹത്വമാണോ? ശലോമോനെ ചമയിച്ചിരിക്കുക ദൈവം. എന്നിട്ടും പറയാ, താമരയെ വെച്ച് നോക്കിയാൽ ഞാൻ അവനെ കൂടുതലൊന്നും ചമയിച്ചിട്ടില്ല. ആ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഉദിച്ചാലോ? അവന്റെ തേജസ് നിന്റെ മേൽ, അങ്ങനെയല്ലേ എഴുതിക്കുന്നത്, നിന്റെ മേൽ പ്രത്യക്ഷം. അതൊന്ന് വായിച്ചേ, അങ്ങനുണ്ടോ എന്ന് നോക്കിയോ? ഉണ്ടോ? അയ്യോ, ചെറിയ കാര്യമല്ല. അവന്റെ മഹത്വം നിന്റെ മേൽ പ്രത്യക്ഷമാകും. അയ്യോ ദൈവമക്കളെ, ദൈവത്തിന്റെ മഹത്വം എന്റെ മേൽ വെളിപ്പെട്ട എന്തോ ആയിരിക്കും. ഒബേദെദോമിന്റെ വീടിനകത്ത് ഇപ്പൊ ഇത്രയും മാറ്റം വരാൻ കാര്യം എന്താ? യഹോവയുടെ പെട്ടകം എടുത്ത് ഒബേദെദോമിന്റെ വീട്ടിൽ വെച്ച് 3 മാസം കൊണ്ട് യഹോവയായ ദൈവം പെട്ടകം നിമിത്തം ഒബേദെദോമിനെയും അവനുള്ളതിനെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിനകത്ത് വന്നാൽ,
അധികം താമസിക്കാതെ ദൈവത്തിന്റെ മഹത്വം നിന്റെ വീട്ടിലും നിന്റെ ശുശ്രൂഷയ്ക്കകത്തും നിന്റെ എല്ലാ മേഖലയ്ക്കകത്തും പ്രകടമാകാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവരെ കൈവീശി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ആരെങ്കിലും ഇത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഫ്രീഡിഗിരി തോറ്റ എൻ്റെ ജീവിതത്തിനകത്ത് വന്ന മാറ്റം എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ സ്വന്തം ശക്തിയോ ഭക്തിയോ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പൊ ഇത് പൗലോസ് റോമാക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പൗലോസ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3-ാം അധ്യായത്തിൽ റോമാക്കാരോട് പറയുന്ന ഒരു വാക്യം ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. 3:23, റോമർ 3:23 ഒന്ന് എടുത്തു നോക്കി. റോമർ 3:23. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തേജസ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് നമ്മൾ പറഞ്ഞേ? മഹത്വം. പറഞ്ഞ എന്തുവാ? മഹത്വം. എല്ലാരും ചേർന്ന് പറഞ്ഞ തേജസ് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ പാപം ചെയ്തപ്പോൾ നമുക്ക് സംഭവിച്ചത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവിക മഹത്വം നമ്മളിൽ നിന്ന് മാറിപ്പോയി. പാപം നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിലേക്ക്, ആ മഹത്വത്തിലേക്ക് തിരിച്ച് നമ്മളെ നടത്താനായി യേശുക്രിസ്തു വന്നത്. എല്ലാരും കൂടെ ചേർന്ന വാക്യം ഒന്ന് പറഞ്ഞ്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ രക്ഷാനായകൻ കഷ്ടങ്ങളിൽ തികഞ്ഞവനായി. മനസ്സിലായെന്നോ? സ്തോത്രം ചെയ്തേ. എന്ത് എന്റെ കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനാ? അപ്പം പാപം നിമിത്തം നിങ്ങളിത് മനസ്സിലാക്കണം. സിമ്പിൾ കാര്യമാവും ഞങ്ങളിത്. അല്ലെ വലിയ അച്ചത്തുറു പോലൊന്നും ഇല്ല ഇതിനകത്ത്. പൗലോസ് റോമാക്കാരോട് പറയാ, പാപം ചെയ്തപ്പോൾ നമുക്ക് പറ്റിയത് എന്നാന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾക്ക് ഇല്ലാതായി പോയി. ദൈവത്തിന്റെ മഹത്വം, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിങ്ങനെ ആള് പിന്നെ ഉണ്ട്, പാവാടയൊക്കെ തയ്ച്ചിട്ട് തോട്ടത്തിൽ കൂടെ നടക്കുക, പക്ഷേ മഹത്വം ഇല്ലാതാണ് നടക്കുന്നത്. മഹത്വം ഇല്ലാത്തവനോട് ദൈവം പറഞ്ഞു, നീ കണ്ടെത്തി പോയി പണി ചെയ്തോളാം, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്തോ ശരിക്കും പറഞ്ഞ തേജസ് എങ്ങനെ വന്നതാണ്? ഇതിന് വാക്യമുണ്ട്. നിങ്ങൾ സങ്കീർത്തനം 8:4 എടുത്ത് വായിച്ചു നോക്കി. അവിടെ ഇതിന്റെ ഒരു കാര്യം കിടപ്പുണ്ട്. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യത്തിനെ സന്ദർശിക്കേണ്ടവൻ എന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പൊ ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മനുഷ്യനായിരുന്നു. മനുഷ്യൻ കഴിഞ്ഞാൽ ദൂതന്മാര്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും നീ അവനെ. ഇന്ന് രാത്രിയില് കിടന്നുറങ്ങുമ്പോ കണ്ണാടി വെച്ച് കിടന്നുറങ്ങുന്നവരെന്ന് കൈപൊക്കി. ഇല്ല, ഈ ഡ്രസ്സ് ഊരത്തില്ലയോ? വേറെ ഇടത്തില്ലേ? ഇല്ലേ? പക്ഷെ ഇന്ന് രാത്രി ചെന്ന് കിടക്കുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും കേൾക്കാനില്ലെന്ന് പറഞ്ഞ് ചെവി ഊരി ഉറുമ്പ് കയറാതിരിക്കാൻ അലമാരി വെക്കുന്ന ഒരു കൈപൊക്കി. കൈ രണ്ടും അഴിച്ചെടുത്ത് അലമാരി വെക്കുന്നവർ ഇല്ല. അപ്പൊ ചെവിയും കൈ ഒന്നും ഊരിയെടുത്ത് മാറ്റാൻ ഒക്കത്തില്ല. വാച്ച്, ഡ്രസ്സ്, കണ്ണാടി, പിന്നെ ആഭരണം ഉള്ളവര് അതൊക്കെ പിന്നെ വെപ്പുവല്ല് ഊരുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു, വെള്ളത്തിൽ ഇട്ടേക്കും, അത് പോട്ടെ. അപ്പോ ചിലത് ഊരി മാറ്റാവുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇത് അണിഞ്ഞേക്കുന്ന വസ്ത്രം അണിഞ്ഞതാ, കണ്ണാടി അണിഞ്ഞിരിക്കുന്ന, ആഭരണം അണിഞ്ഞതാണ്. അപ്പൊ തേജസ് ദൈവം അണിയിക്കുമായിരുന്നു. പറഞ്ഞേ, തേജസ് അണിയിച്ചതാ. കാരണം ബൈബിൾ പഠിച്ചു നോക്ക്, മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണും കൊണ്ട്, അല്ല തെർമോക്കോള് കൊണ്ട് പോലും അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ അരി കൊണ്ട് ഉണ്ട ഉണ്ടാക്കും, അരി കൊണ്ട് അല്ലേ? ഗൾഫിലൊക്കെ പോകുന്നവരെ അവന് അവലോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സംഗതി അരി ഉണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ ഒരു വാക്കുണ്ടായിരുന്നു, നിന്നെ ഉണ്ട തീറ്റിക്കുമെന്ന്. അതെന്തുവാ? അത് അരിയല്ല, ഗോതമ്പ്. പണ്ട് ജയിലിൽ, ഇപ്പൊ ജയിലിൽ ചപ്പാത്തി ചിക്കനുമാണ്. ഇപ്പൊ ജയിലിൽ പോകാൻ ആൾക്കാർ ശ്രമിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഗോതമ്പുണ്ടെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നെന്നാണ് ഞാൻ കേൾക്കുന്നത്. അച്ചാറിയത്തില്ലയോ? പോയിട്ടില്ലേലും കണ്ടോ? ഇവിടെ ഉണ്ട് ആൾക്കാർ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, അരി കൊണ്ടുണ്ടാക്കിയ അരി ഉണ്ടാ, ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഗോതമ്പുണ്ട്. അപ്പൊ മണ്ണുകൊണ്ടുണ്ടാക്കിയവനെ മണ്ണുണ്ടിന്ന് വിളിച്ചാൽ പോരായിരുന്നു, മണ്ണുകൊണ്ടുണ്ടാക്കിയല്ലേ. നിലത്തെ ഒരു മഹത്വം ഇല്ലായിരുന്നു, പൊടിയാണ്. പക്ഷെ അടുത്തത് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ അമ്മയെ ഊതി. എനിക്ക് ഈ വിഷയത്തിൽ ഭയങ്കര ഇതുണ്ടായി. എന്താ അറിയോ? ഞാൻ ബൈബിൾ വായിച്ചു വന്നപ്പോ
എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായി. എന്നാ അറിയോ? ഉൽപ്പത്തി 2:19 നിങ്ങൾ നോക്കണം. ഉൽപ്പത്തി 2:19 ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും യഹോവയായ ദൈവം നിലത്തുനിന്ന് നിർമ്മിച്ചു. അപ്പൊ ഇത് നിലത്തുനിന്ന് വന്നേക്കുന്നത്. കാളയും പൂച്ചയും ആനയും പട്ടിയും പൂച്ചയും എല്ലാം എവിടെ നിന്ന് വന്നേക്കുന്നത്? നിലത്തുനിന്ന് വന്നേക്കുന്നത്. 2:7 നിലത്തെ പൊടി കൊണ്ട് ദൈവം ഒരു മനുഷ്യനെ. അപ്പൊ ഇത് വായിച്ചപ്പോ ഞാൻ ഓർത്തു, ചെല്ലു പറയത്തില്ലേ നിങ്ങൾ മിണ്ടത്തില്ല. നിങ്ങൾ വലിയ അച്ചോക്കോട് കളിച്ചിരുന്നു. എന്നെ ന്യായമായ സംശയമായിരുന്നു. എനിക്ക് ഈ സംശയം ദൈവം മാറ്റി എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് കുശവന്റെ വീട്ടിൽ പോയി കലം പൊട്ടിപ്പോയപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയ പോലെ എനിക്ക് ഈ വിഷയം എൻ്റെ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ദൈവം വെളിപ്പെടുത്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിപ്പാട് കിട്ടുമെന്ന് പറയാം. പിള്ളേർ വന്നിട്ടുണ്ട്. ഒരു ഭാര്യ ഒരു ദിവസം ഉണ്ടല്ലോ സന്ധ്യയ്ക്ക് അരി അരയ്ക്കുക. 2 ആൺപിള്ളേർ ഒരുത്തൻ ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കുക. അപ്പോൾ 2 പേരും കൂടെ പറഞ്ഞു. ഒരുത്തൻ വന്ന് പറഞ്ഞു നാളെ ദോശയാണ്. മറ്റവൻ പറഞ്ഞു പോളാ അവിടെ നിന്ന് ഇഡലിയാന്ന്. അവന് ഇഡലിയാണ് ഇഷ്ടം. ഇവർ 2 പേരും കൂടെ പ്രശ്നം ഉണ്ടാക്കി. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞോടി, നീ നമുക്ക് 2 ആൺപിള്ളേർ ദൈവം തന്നു, 2 നമുക്കൊരു വിലയോ, നീ ഇഡലിക്ക് വരയ്ക്കും ദോശയ്ക്ക് വരയ്ക്കും അയച്ചു നമ്മുടെ പൈസ ദൈവം. അപ്പോൾ അവിടെ പറയുവാണേ അങ്ങനെ ഇഡലിക്കും ദോശയ്ക്കും സെപ്പറേറ്റ് അരയ്ക്കത്തില്ല, ഉണ്ടാക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഇവള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നു. പിള്ളേരും വന്നിട്ടുണ്ട്. ഒരുത്തൻ പറഞ്ഞു ദോശയാണ്, മറ്റവൻ പറഞ്ഞു ഇഡലിയാണ്. 2 പേരും കൂടെ നിൽക്കുക. ഞാനും ഇവിടെ മിടുക്കൊന്ന് കാണാൻ വേണ്ടി വല്ലതും പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകണേ കൂടെ നിന്ന്. ഭയങ്കര മിടുക്കാണ്. ഞാൻ അഭിമാനിക്കുന്നു ഇപ്പോൾ അവളെ കല്യാണം കഴിച്ചത്. പക്ഷെ അവിടെ മിടുക്കും. ഞാൻ എന്നാ കാണുന്നത് ഇവളുണ്ടല്ലോ ദോശയ്ക്കോ ഇഡലിക്കോ സെപ്പറേറ്റ് ആയിട്ട് അരച്ചില്ല. എന്നിട്ട് ഗ്യാസിന്റെ ബർണറിലോട്ട് ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദോശക്കല്ലും വെച്ചു, മറ്റേ ബർണറിൽ ഒരു ഇഡലി പാത്രം വെച്ചു, കുറച്ച് മാവ് കോരി കല്ലിൽ ഒഴിച്ച് നിരത്തിയും വെച്ചു, കുറച്ച് കോരി ഇഡലി പാത്രത്തിൽ വെച്ച് അടച്ചും വെച്ചു. എനിക്കന്നൊരു വെളിപ്പാട് കിട്ടി. കല്ലേ പമ്മി ഇരുന്ന് ആവി കയറുതല്ല ഒറ്റ പച്ചരിയ, ഒരേ ഉഴുന്ന മഹാരാജയുടെ മിക്സിയിൽ അടിച്ചതാ. കഴിഞ്ഞ രാത്രി മുഴുവൻ ഒറ്റ സ്റ്റീൽ പാത്രത്തിൽ ഇരുന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാസർഗോഡ് വന്നപ്പോ ഒന്നിന്റെ പേര് ഇഡലി, ഒന്നിന്റെ പേര് ദോശ. എല്ലാരും പറഞ്ഞ കല്ലേ മലന്ന് കിടന്ന എല്ലാം ദോശ. പമ്മി ഇരുന്ന് ആവി കയറുതെല്ലാം. നിങ്ങൾ മിണ്ടത്തില്ല, നിങ്ങൾ മിണ്ടത്തില്ല. ഒരു ചർച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവി കയറിയെങ്കിലേ ഇത് നോക്കി. ഈ പുട്ടുണ്ടാക്കിയപ്പോഴും കിട്ടി വെളിപ്പാട്. ഒരു ദിവസം എന്നോട് പറയാണ്, ഞാൻ പറയണി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തനിക്ക് 8ന്റെ വണ്ടിക്ക് പോകണോ. അതുപോലെ അരിപ്പൊടി എടുത്ത് വെള്ളം ഉപ്പ് ഒഴിച്ച് തിരുമ്മിക്കും. അന്ന് തേങ്ങ ഇല്ല, ഞാൻ തിരുമ്മിക്കൊണ്ടിരിക്കുക. ഞാൻ തിരുമ്മി വണ്ടി പോകുന്നു. അന്നേരം അവള് പറയാ ഈ നിലയിൽ തിന്നിട്ട് പോയാൽ 10ന്റെ വണ്ടിക്ക് തിരിച്ചു വരുന്നത്. അത് ഞാൻ പറഞ്ഞു നന്ദി എന്തോന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. അവൾ ഈ അരിപ്പൊടി എടുത്ത് വെള്ളം ഉപ്പ് ഒഴിച്ച് തിരുമ്മിയതേ ഉള്ളൂ. എന്നിട്ട് ഈ കുറ്റിക്കകത്തിട്ട് എന്നിട്ട് മണ്ട അടച്ചു വെച്ച് എന്നോട് പറയാം, ഞാൻ വാഷിംഗ് മെഷീൻ എടുത്തോണ്ട് പോവാ, ആട്ടുംകൊമ്പ് പോലെ ആവി വരുമ്പോൾ തള്ളിയിട്ട് തിന്നിച്ച് 10ന്റെ വണ്ടിക്കോ 11ന്റെ വണ്ടിക്കോ പോക്കണം. അന്നും എനിക്കൊരു വെളിപ്പാട് കിട്ടി. അരിപ്പൊടിയുടെ വെള്ളക്കൂടെ ആവി കയറിപ്പോയപ്പോ ഇപ്പൊ അരിപ്പൊടി തിന്നേച്ചു പോകാനല്ല പറഞ്ഞത്, പുട്ട് തിന്നേച്ചു പോകാനാണ്. ഒരു ആവി അരിപ്പൊടിക്കകത്ത് കയറിയപ്പോഴത്തേന് ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആവി ആദവന്റെ അകത്ത് കയറിയപ്പോ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേ വന്ന ആള് മാറും. വാക്യമുണ്ടോ? ആവി വരുന്നത് വരെ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കൂ. ആവി കയറുന്നിടം വരെ അരിപ്പൊടിയാ, കുറ്റിക്കകത്ത് വാരിയിട്ടപ്പോഴും അരിപ്പൊടിയാ. പിന്നെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഇച്ചിരി ആവി കയറിയതേ ഉള്ളൂ. പിന്നെ അരിപ്പൊടി തിന്നേച്ച് പോകുന്നല്ല അവള് പറയുന്നേ. അങ്ങനെ പെട്ടെന്ന് പേര് മാറിയ നിങ്ങളെ കൊള്ളത്തില്ല. നിങ്ങൾ വീട്ടിൽ പോവോ, പെട്ടെന്ന് പേര് മാറിയതേ. ഇവിടെ നിലത്തെ പൊടിക്കകത്ത് ദൈവത്തിന്റെ ആവി കയറ്റിയപ്പോ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്തേലും അസുഖം കാണും. എൻ്റെ അതിനുള്ള മരുന്നില്ല. നിലത്തെ പൊടി എടുത്ത് ഞാൻ പറഞ്ഞ പോത്തിന്റെ മൂക്കിലൊക്കെ ഊതിയിരുന്നുണ്ടല്ലേ, കണ്ടേനെ. പോത്തിന്റെയും പട്ടിയുടെ ഒക്കെ മൂക്കി കയറി ഊതിയിരുന്നുണ്ടല്ലോ.
കവായത്തിന് ഡമ്മടിച്ചോണ്ടിരിക്കുന്നതാണായിരുന്നു. ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞ് അതിൻ്റെ ഒന്നും മൂക്കി കയറി ഊതാഞ്ഞന്റെ എനിക്ക് ദൈവം പറഞ്ഞു തന്നെ മനസ്സിലാക്കി തന്നറിയാവോ, ശ്വാസം കിട്ടാനുള്ള ആ മോട്ടർ ഓണാകാൻ അല്ല ഊതിയത്. അതിനങ്ങനെയാണ് പോത്തിന്റെയും പൗശയുടെ എല്ലാം മൂക്കിൽ ഊതി അത് ഓണാക്കണമായിരുന്നു. മനുഷ്യന് ശ്വാസോച്ഛ്വാസം കിട്ടാനായിട്ടല്ല ഊതിയത്. പോത്തിനില്ലാത്തത് പോത്തച്ഛൻ്റെ അകത്തുണ്ട്. എല്ലാം പറഞ്ഞ പോത്തിനില്ലാത്തത് പോത്തച്ഛൻ്റെ അകത്തുണ്ടല്ലേ. ഓ, ദൈവത്തിന്റെ ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ നിർമ്മിച്ചു. മനുഷ്യന്റെ അകത്ത് ആത്മാവിനെ നിർമ്മിച്ചു. തേജസ്സുള്ളവനായി തീർന്നു, ബഹുമാനമുള്ളവനായി തീർന്നു. ആവി കയറ്റിയതാ. ആവി, പരിശുദ്ധാവി. തമിഴ്നാട്ടിൽ ചെന്ന് ചോദിക്കുക, പരിശുദ്ധ ആവി എന്നാ പറയുന്നത്. ഇന്ന് രാത്രി ചിലരെ ആവി കയറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ആവി കയറാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയോ? ഉപവാസം ഇരിക്കണം. ഉള്ളിൽ കയറി കഥ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും ആവി കയറുന്നത് പരിശുദ്ധ ആവി കയറിയാണ്ടല്ലോ. ശൗലിനോട് പറയാ, കഴുതത്തിരക്ക് വന്നവനോട് പറയാ, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേത്ത് വന്നിട്ട് നീയും അവരെ പോലെ പ്രവചിക്കുകയും ആൾ മാറിയവരെ പോലെയാകും. നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനെ ദൈവം തേജസ്സും ബഹുമാനവും അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സകലതും അവന്റെ കാൽ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിരുന്നില്ല. ഈ വിഷയം എബ്രായരോട് വേദനയോടെ പൗലോസ് പറയുന്നതാണ്. എബ്രായർ 2:6 ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്ത് കോപ്പി ചെയ്ത് പൗലോസ് എബ്രായരെ പഠിപ്പിക്കുമ്പോൾ അവിടെ ദൂതൻ എന്നാ പറയുന്നത്. പക്ഷെ ശരിക്കും അങ്ങനല്ല. എല്ലാ ട്രാൻസ്ലേഷനും നോക്കിയപ്പോൾ ദൂതൻ എന്നാ. പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ ഉണ്ടാക്കണമെന്നാ പറഞ്ഞു. അവിടെ ഗബ്രിയേലിന്റെ മീകാലിന്റെ കാര്യമൊന്നുമല്ല ദൈവം പറഞ്ഞത്. അപ്പോൾ എബ്രായർ 2:6 ഇങ്ങനെ കിടക്കുന്നത്, മനുഷ്യനെ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം. അവിടെ ഞാൻ വീണ്ടും അത് സങ്കീർത്തനത്തിലെ വാക്യം പറയും, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നറിയോ? പ്രധാനമന്ത്രി അല്ല അമിത്ഷാ, പക്ഷെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ആൾ അമിത്ഷയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ആൾ ഇന്ത്യയിൽ അമിത്ഷയാണെങ്കിൽ ദൈവം കഴിഞ്ഞാൽ അടുത്തത് ദൈവത്തിന്റെ മക്കളാണ്. ആ മഹത്വത്തിലേക്ക് ദൈവം നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. നീ പറയുന്ന പോലെ സംഭവിക്കാൻ പോകുകയാണ്. അത് ലോകത്ത് വെളിപ്പെടുത്താനാണ് ദൈവത്തിന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അതേ പുത്രത്വം നമുക്കും തരാൻ പോകുകയാണ്. മഹത്വം അപ്പൊ അണിയിച്ചതാ പറഞ്ഞേ, ഇത് അണിയിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം കണ്ടീഷൻ വെച്ചത്, നീ പഴം തിന്നരുത്, നീ തിന്നുന്ന ആൾ എന്ത് ചെയ്യും? മരിക്കും. തേജസ് അണിയിച്ചതായതുകൊണ്ട് ദൈവം കണ്ടീഷൻ പറഞ്ഞു. ആളെ തേജസ് പാപം ചെയ്തപ്പോ ഇല്ലാത്തവനായി. പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, പാപം ചെയ്തപ്പോ തേജസ് ഇല്ലാത്തവനായി. അപ്പൊ പാപം അടിച്ചു കളഞ്ഞത് എന്തുവാ ജീവിതത്തിൽ നിന്ന്? മഹത്വം. പറഞ്ഞേ, എന്തുവാ മഹത്വം? ഈ മഹത്വം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന വെട്ടവും വെളിച്ചവും ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ. വെട്ടവും വെളിച്ചവും ഒന്നും അല്ല. ഇതിനെ ഒരു യഥാർത്ഥ വ്യാഖ്യാനം കിട്ടാനായിട്ട് നിങ്ങൾ പോകേണ്ടത് എവിടാന്നറിയോ? തേജസ്സിൻ്റെയും ബഹുമാനവും, തേജസ്സും ബഹുമാനവും അത് നിങ്ങൾക്ക് അതിൻ്റെ വെളിച്ചം കിട്ടാനായിട്ട് പോകേണ്ടത് പത്രോസിൻ്റെ ലേഖനത്തിൽ ചെന്നാൽ മതി. 2 പത്രോസ് 1:3 എൻ്റെ വിചാരം. അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നൊരു ശബ്ദം ഉണ്ടായെന്ന്. ഒന്ന് വായിക്കാവോ? 2 പത്രോസ് 1:3. ഇവനെൻ്റെ അത് കേട്ടോണേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. അപ്പൊ ഇത് വെട്ടവും വെളിച്ചവും വല്ലതാന്നു പദവിയാന്ന് പറഞ്ഞു. ഓ, നിങ്ങൾക്ക് പിടി കിട്ടിയില്ല. ഞാൻ പറയാം. ഒരാൾ പോലീസ് സ്റ്റേഷനോട്ട് കയറി ചെന്ന് എസ് ഐ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വഴിയെ പോകുന്നവനൊന്നും എസ് ഐയെ കാണാൻ പറ്റില്ല, സാറ് തിരക്കാം. അന്നേരം ശബ്ദം താഴ്ത്തി വന്ന ആള് പറയുക, മുഖ്യമന്ത്രിയുടെ മോനാന്ന് പറഞ്ഞാ മതി. തീർന്നില്ല. വഴിപോക്കനൊരു മഹത്വം. മുഖ്യമന്ത്രിയാന്ന് വന്നേക്കുന്നത് അല്ല, പക്ഷെ അയാളെ തൊപ്പി തെറിപ്പിക്കാൻ കഴിവുള്ളവന്റെ മോനാ വന്നേക്കുന്നത്.
ഇവൻ എൻ്റെ പ്രിയ മകനാന്ന് പറഞ്ഞപ്പം ദൈവത്താൽ അവനൊരു തേജസ്സും മാനവും വന്നു. അപ്പൊ എന്തോ മനസ്സിലാക്കുന്നേ? തേജസ് വന്നപ്പോ തേജസ് വന്നു. പച്ചയ്ക്ക് പറയും, ഇച്ചിവിടെ താത്തി പറയും. നമ്മളെ പ്രധാനമന്ത്രി ചങ്കുമൂത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ നമ്മൾ അനീഷ് പാസ്റ്റർക്ക് അടുത്ത് നിന്നൊന്ന് കണ്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇടിച്ചു കയറി എങ്ങനെയൊക്കെ ആരുടെയോ ബന്ധം കൊണ്ട് ചർച്ചോക്കോളിലേക്ക് വലിയ ആളായതുകൊണ്ട് പുള്ളി എങ്ങനെയോ സ്റ്റേജിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മോദിജി പറഞ്ഞതെന്നറിയോ? ഷനീഷേലപ്പാറ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. എപ്പം ഡൽഹിക്ക് വന്നാലും എൻ്റെ അടുത്ത് വരാതെ പോകത്തില്ല. കേരളത്തിൽ വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കും. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണെന്ന് മോദിജി നമ്മുടെ പാസ്റ്ററെ കുറിച്ച് ശംഖുമുഖത്ത് 1,00,000 പേരുടെ പറഞ്ഞാൽ അതുവരെ ഇല്ലാത്തൊരു മഹത്വം പാസ്റ്റർക്ക് വരത്തില്ലേ? അതുവരെ ഇല്ലാത്തൊരു മഹത്വം. ഇപ്പം കർത്താവ് അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നൊരു ശബ്ദം വന്നെന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു തച്ചൻ്റെ മകനല്ല, ഇവൻ എൻ്റെ പ്രിയ മകനാണ്. ഹല്ലേലൂയ. എന്തുവാ ഇതിനകത്തൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? തേജസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തുവാ? പെട്ടെന്നൊരു തേജസ് വന്നെന്ന്. അതിൻ്റെ ഇംഗ്ലീഷ് ഗ്ലോറി, അതിൻ്റെ മലയാളം ശരിക്കും മഹത്വം. അപ്പോ പെട്ടെന്നൊരു മഹത്വം. ഇവൻ എൻ്റെ മോനാന്ന്, ഇവൻ എൻ്റെ മോനാന്ന്, ഇവൻ എൻ്റെ മോനാന്ന്. ഇപ്പൊ എന്നെ നോക്കിയിട്ട് ആരെങ്കിലും അതുപോലെ മന്ത്രിമാരും എല്ലാം പറഞ്ഞാൽ എന്തോ മഹത്വമാ. പിന്നെ എന്റെ പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുക ഇതെന്റെ പ്രിയ മോനാണ്. ഉടനെ അവനൊരു തേജസ് വന്നു. വെട്ടമല്ല, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സിമ്പിളാ പ്രിയപ്പെട്ടവർ ഇതല്ലോ. അപ്പൊ തേജസ് എടുത്തു മാറ്റിയെന്ന്, പാപം ചെയ്തപ്പോ തേജസ് ഇല്ലാത്തവനായെന്ന് പറഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാക്കി ചെല്ലുമ്പോണ്ടല്ലോ, ദൈവത്തിന്റെ മകനെന്ന് പറയുന്നതാണ് മഹത്വം. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഏലിയാവിനെയോ എലീശയോ നെഹമ്യാവിനെയോ ഒന്നും അല്ല. അവരെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ യഹോവയുടെ ദാസന്മാരാണ്. മോശ യഹോവയുടെ ദാസനായ മോശ. നെഹമ്യാവ് പറയുക ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ, യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്നാൽ ഒരു വ്യക്തി മാത്രം പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ മകനാണ്. സാത്താൻ അലറിപ്പോയി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതേ തേജസ്സിലേക്ക് നമ്മളെ കൂടെ ദൈവം നയിക്കാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട മഹത്വം നിന്റെ മേൽ ഉദിക്കാൻ പോകുകയാണ്. പുത്രത്വത്തിന്റെ പവർ എന്നിലും നിങ്ങളിലും വെളിപ്പെടാൻ പോകുകയാണ്. അതിന് നമ്മൾ ആത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. കാരണം അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ എനിക്കറിയത്തില്ലായിരുന്നു. ഏക്കും പോക്കും അറിയാതെ ഞാൻ ചെന്ന് ഭയങ്കര പാട്ടും പ്രാർത്ഥനയാണ് സ്ഥാനപ്പെട്ട് എനിക്കാണ്ട് മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നും പിടികിട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുക നിങ്ങൾ പിന്നെയും പേടിക്കേണ്ട ഒരു കാര്യവും അഭിഷേകം പ്രാപിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞു ഒന്നിനെയും പേടിക്കേണ്ടില്ലേ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചു വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാ, നിങ്ങൾക്കതിനെ ശരിയായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാ. ഇനിയും പ്രത്യേകിച്ചൊന്നും വരാനില്ല. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരോടായിട്ട് ഞാൻ പറയുവാണ്, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ കഴിയുന്ന നിലയിൽ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി നിങ്ങളിലുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ അതിനെ ഒന്ന് ജ്വലിപ്പിക്കാമെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. അനേക പുത്രന്മാര് തേജസ്സിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ രക്ഷാനായകൻ കഷ്ടങ്ങളിൽ തികഞ്ഞവനായി അവൻ പാപത്തിന്റെ പരിഹാരം കാൽവറി വെച്ച് നടത്തി എനിക്കും നിങ്ങൾക്കും പുത്രത്വം ലഭിക്കാം. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതിയായി വന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നാം പുത്രത്വം പ്രാപിക്കാനാണ്. അപ്പൊ എടുത്തു കളഞ്ഞ തേജസ് ഏതാണ്? മകൻ എന്നുള്ള പദവിയാണ് എടുത്തു കളഞ്ഞത്. ഇവൻ എൻ്റെ പ്രിയ മകനാന്ന് പറഞ്ഞപ്പോഴാണ് അവനൊരു മാനം വന്നത്. ഇതറിയാവുന്നവരുടെ ഇടയില ഇവന് മാനം വന്നത്. കാരണം യഹൂദന് ദൈവം എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം. ദൈവം ആരാ? ദൈവം എന്ന് എഴുതാൻ പ്രത്യേക ഒരു തൂലികയാണ് അവർ ഉപയോഗിച്ചത്. ആ ദൈവം എന്ന് എഴുതിയ തൂലിക പിന്നെ അവർ വേറെ ഒന്നിനും എഴുതത്തില്ലെന്ന്. ദൈവം ആരാന്ന് അറിയാവുന്നവരുടെ ഇടയിൽ ദൈവം വിളിച്ചു പറയും ഇവൻ എൻ്റെ മോനാണ്.
കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കത്തലുണ്ടാകാഞ്ഞത്. അല്ലെങ്കിൽ അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ഒരു വാക്ക് വരികയാണ്, ഇവ എൻ്റെ പ്രിയ മകനാണ്. ആ പുത്രത്വത്തിന്റെ അധികാരമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വെളിപ്പെട്ട് വരേണ്ടത്. പിശാച് അല്ലെങ്കിൽ ഓടിപ്പാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മളെക്കുറിച്ച് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്, വെളിപ്പാട് 5:9 കിടക്കുന്ന എന്താ അറിയോ? രക്തം കൊണ്ട് വീണ്ടും എടുക്കപ്പെട്ട തള്ളിക്കളഞ്ഞവരെ കർത്താവ് രക്തം കൊണ്ട് വീണ്ടും എടുക്കുക, രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങുക. ക്രൂശിലെ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആ വീണ്ടും എടുക്കപ്പെട്ടവരെ കുറിച്ച് ബൈബിളിൽ എന്താ എഴുതിയേക്കുന്നത്? വെളിപ്പാട് 5:9 നോക്ക് നിങ്ങൾ. ആ മഹത്വം നമ്മൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താണെന്നറിയോ? 5:9 അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ തൻ്റെ രക്തം കൊണ്ട് ഭാഷയിൽ നിന്നും ഗോത്രങ്ങളും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് വലിയ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടല്ല, ഞാൻ ആവശ്യമുള്ളതൊക്കെ തപ്പിപ്പിടിച്ചോണ്ട് വന്നേക്കുന്നേ. ഇംഗ്ലീഷിൽ അങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ പറയുമ്പോൾ വലിയ പണ്ഡിതനാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. കിങ് ജെയിംസ് വേർഷനിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, രക്തം കൊണ്ട് വീണ്ടെടുത്തവരെ ദൈവത്തിനായി രാജാക്കന്മാരും, മലയാളത്തിൽ രാജ്യം എന്നാണ്, യഥാർത്ഥ ട്രാൻസ്ലേഷൻ രാജാക്കന്മാരെന്നാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരുമായി അവർ ഭൂമിയെ വാഴുന്നു. പറഞ്ഞേ, ഭൂമിയെ ഈ ദൂത് ഏറ്റെടുക്കാക്കി ഈ വാഴ്ച തുടങ്ങാൻ പോവിടെ. ഒരടിമനുഭവത്തിലും കുടുങ്ങേണ്ട കാര്യമില്ല. വാഴ്ച തുടങ്ങാൻ പോവാ, അടക്കി വാഴാൻ പോവാ. ഇത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമാണ്. ആദവിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ ആയിക്കോളാനല്ല പറഞ്ഞത്, വാഴുക. എന്തോ അല്ലാതെ തന്നെ പൗലോസ് പറഞ്ഞു, ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തവും കൂടെ അല്ല, വാഴ്ചകളും. ഞാൻ റാന്നിയിൽ ഒരു കട തുടങ്ങി. യൂസഫ് അലി എനിക്കെതിരെ പരാതി കൊടുത്തേക്കും. ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് കട തുടങ്ങിയതാണ്. എനിക്കുള്ള പരാതി എന്നാണെന്നറിയോ? യൂസഫ് അലി കൊണ്ടുവന്ന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഞാൻ ഒരു കട റാന്നി തുടങ്ങിയതിന് ശേഷം ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ തിരുവനന്തപുരത്തെയും എടപ്പള്ളിയിലെയും മാർക്കറ്റ് ഭയങ്കര നഷ്ടം. ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ റാന്നിയിൽ കട തുടങ്ങിയോടുകൂടി യൂസഫ് അലി പഞ്ചായത്തിൽ എഴുതി കൊടുത്തേക്കുന്നത് എൻ്റെ കട നിർത്തലാക്കണോ. അപ്പം 2 ചാക്ക് ഗോതമ്പൊടി, 4 വാട്ടെ, 4 വാഴക്കൊലയും കെട്ടി തൂക്കിയിട്ട് 3 മുട്ടായി പറഞ്ഞയും വെച്ചു സൂപ്പർ മാർക്കറ്റൊന്നും എഴുതി വെച്ച യൂസഫ് അലിക്ക് കുന്തവ. അപ്പൊ യൂസഫ് അലി വരെ എനിക്കെതിരെ പരാതിക്ക് പോകണമെങ്കിൽ എൻ്റെ കട ഒരു 1.5 കടയായിരിക്കും. ഈ തന്നെ നടക്കാൻ വയ്യാത്ത അമ്മമാരോട് ചോദിക്കുക, വാഴ്ചകൾ എന്തിനാ അമ്മയെ തുറിച്ചു നോക്കുന്നത്? ചിന്തിക്കും തടുപ്പം പിടിച്ചിരിക്കാതെ. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ശാനപ്പെട്ട ഒരു ദൈവവൈതലായപ്പം മുതൽ സ്വർഗലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളും വാഴ്ചകളും അധികാരങ്ങളും എല്ലാം നിന്നോട് പോരാടുന്നെങ്കിൽ ഞാൻ സത്യം പറയാം, വാഴുന്നത് നിങ്ങളാണ്. ഹല്ലേലൂയ. നിന്റെ വാഴ്ചക്കെതിരെയാണ് സാത്താൻ തല ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാഴ്ച തുടങ്ങുന്ന രാത്രിയാകണം, ചിലതിനെയൊക്കെ കീഴ്പ്പെടുത്തുന്ന രാത്രിയാകണം. ആ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഇന്ന് രാത്രി ഉദിക്കുന്ന രാത്രിയാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ സാത്താനെ അതിവേഗം നിന്റെ കാൽ കീഴെ ചതച്ചു കളയാൻ പോവുകയാണ്. ഒരു വാഴ്ചയ്ക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരധികാരങ്ങൾക്കും നിന്റെ മേൽ ഒരു കർത്തവ്യവും ഇല്ലാത്ത രീതിയിൽ ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കാൻ പോവുകയാണ്. ഞാൻ അനുഭവിക്കുന്നു. ഇപ്പൊ മനസ്സിലായ? രാവിലെ ഞാൻ പറഞ്ഞു പണിക്ക് പോകത്തില്ലെന്ന്. പണിക്ക് പോകത്തില്ല, ചുമ്മാ സന്തോഷം നടക്കുക. പക്ഷേ ഇങ്ങനൊരു ജീവിതമുണ്ടോ? യോ സൂപ്പറാ. നിങ്ങൾ പണിക്ക് പോകുന്നേ പോക്കോ, ഞാൻ പോകത്തില്ല. എന്നാ സൂപ്പർ ജീവിതമാണ്. ദേശപ്പാടെ കൂട്ട് തന്നെ നമ്മളെ ആക്കാൻ അധികം ആഗ്രഹിക്കുന്നു. കാറ്റ് അടങ്ങ്. മഹത്വം ഇല്ലാത്തവരോട് പറഞ്ഞ കാര്യമുണ്ടോ? എന്നോട് പറയാം, നീ ഒന്ന് അടങ്ങാൻ. കാറ്റ് ശാന്തമാകും. നമ്മൾ കടല വാങ്ങി തിന്നു. കടല വാങ്ങിയത് യേശു കടലേ തേജസ് മഹത്വം തിരിച്ചു തരാൻ പോവാന്ന്.
ഈ 21-നകത്ത് ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്നെങ്കിൽ ആ മഹത്വം കൊണ്ടേ നീ എഴുന്നേക്കത്തുള്ളൂ. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. എനിക്ക് ഇത് പൊരുള് തിരിച്ചു തന്ന കർത്താവിന്റെ ദാസനോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. എനിക്ക് കൃത്യമായിട്ടാണ് ഞാൻ അതുകൊണ്ട് പരവേശം പിടിക്കുന്നത്. എനിക്കിതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്നുള്ള വെപ്രാളം കൊണ്ടാണ്. പൗലോസ് പറഞ്ഞ പോലെ പ്രസവവേദനയാണ്. ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇങ്ങനെ കിടന്ന് കട്ട പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂളായിട്ട് നടക്കാനുള്ളതേ ഉള്ളൂ. സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ജീവിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഞാനിത് എല്ലാവരെയും പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ നാട്ടുകാരനെ ഉദ്ദേശിച്ച് വിളിച്ച് ഞാൻ കുറ്റക്കാരനല്ല. എല്ലാവരും കൂടെ എന്നെ പാച്ചർന്ന് വിളിച്ചു. എനിക്കാണെങ്കിൽ പാച്ചറുടെ വള്ളിയും തൊപ്പിയൊന്നും ഇല്ലതായി. പക്ഷെ ഡെയിലി ശുശ്രൂഷ പറയാൻ പറ്റുമോ? കത്താ പറഞ്ഞു അവിടെ പോയി പറ. മോനെ ഇത് എനിക്ക് കത്തിയത് എവിടാന്നറിയോ? ഈ മഹത്വത്തെക്കുറിച്ചും ഈ ലെവലിൽ ജീവിക്കാവുന്നു എല്ലാം. ഇതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് നടത്തുന്നത്. പൈസയുടെ കാര്യമായിട്ട് ബന്ധിപ്പിക്കാത്ത എന്നാന്ന് സത്യം പറയാം. അടുത്ത KPO ഞാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. കാശുണ്ടാക്കാൻ എടുത്ത പണിയെല്ലാം കളഞ്ഞു വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇഷ്ടംപോലെ സുഖമുള്ള വീട്ടിൽ ജനിച്ചു, പൈസയുടെ കാര്യമായിട്ട് എൻ്റെ ശുശ്രൂഷ കൂട്ടി കൊടുക്കത്തില്ല. സഭയാകുമ്പോൾ നിങ്ങൾ ദശാംശം ഒരാഴ്ച കൊടുത്തോളും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സുനിഭാഷ പറഞ്ഞെന്നും പറഞ്ഞ് ഇനി കൊടുക്കാതിരിക്കരുത്. സഭയിൽ ബന്ധപ്പെട്ട് ഞങ്ങളുടെ ചർച്ച മീറ്റിങ്ങിന് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, പല സഭകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഞാൻ അവരെ പഠിപ്പിക്കും, നിങ്ങളുടെ ചർച്ചയിൽ കൊണ്ട് ദശാംശവും സ്വത്രാഴ്ച കൊടുക്കണം. കാരണം സഭയുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം സഭ. അവരെ ഇടയ്ക്കിട്ട് ഞാൻ പിടിച്ചു വാങ്ങിക്കാത്തത് ഞാൻ കർത്താവിനോടാണ് പറഞ്ഞു, ദൈവമേ എനിക്കുണ്ടായ അനുഭവം ഒന്ന് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് നീ പൈസ തന്നാൽ മതി. കർത്താവ് ഓക്കെ എന്ന് പറഞ്ഞു. ഇന്ന് വരെ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഒരു ക്യാമ്പ് നടത്താൻ ഒരു നല്ല എമൗണ്ട് വേണം. പക്ഷെ ഞാനൊരു ക്യാമ്പ് നടത്താൻ നോക്കുമ്പോൾ 3 ക്യാമ്പിനുള്ള പൈസ എൻ്റെ കാണും. അതെങ്ങനെയാണെന്നറിയോ? എന്നെ ചെല്ലി വിളിച്ചിട്ട് പറയും, ഭാഷ ദൈവാത്മാവ് പറഞ്ഞു ഇത്രയും പൈസ ഭാഷ കഴിച്ചു. ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഒന്ന് അടങ്ങിയിരിക്കടാ. എടാ, യൂദായെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ യൂദായുടെ ഹൃദയത്തിൽ സാത്താന് തോന്നിപ്പിക്കാമെങ്കിൽ, ജനത്തെ എണ്ണി നോക്കാൻ ദാവീദിന്റെ ഹൃദയത്തിൽ സാത്താന് തോന്നിപ്പിക്കാമെങ്കിൽ, എനിക്കൊരു 2 കാറ് മേടിച്ചു തരാൻ ഒരുത്തരങ്ങ് തോന്നിയാൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കും. എടുത്തു കൊടുക്കും. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ തോന്നലുകൾ തരാൻ പറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന് നിങ്ങളെക്കുറിച്ച് ചിലരോട് സംസാരിക്കാൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് മോനെ ഇത് കത്തിയത് എവിടാന്നറിയോ? ശരിക്കും കയറി സ്പാർക്ക് അടിച്ചത് എവിടാന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്പാർക്ക് അടിക്കും. എവിടാ കയറിയത് സ്പാർക്ക് അടിച്ചെന്ന് ചോദിച്ചാല്, ഈ പാഷേ ഈ അവസ്ഥ ഇരിക്കുമല്ലേ. എന്നോട് ചോദിച്ചു, മോനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കുഞ്ഞിന് അറിയാം? ഞാൻ പറഞ്ഞു, പാഷേ അറിയത്തില്ല, അത് അറിയാനാ വന്നേ. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് എന്നാന്നറിയോ? ഈ ഏതെന്നോട്ടത്തില്ലേ ദൈവം മനുഷ്യനെ ആദ്യമായിട്ടാക്കി അല്ലെ? നമ്മുടെയൊക്കെ വല്യപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൂപ്പനെ യാതാ അന്നോ നമ്മുടെ അപ്പച്ചൻ അന്ന് പുള്ളി ഏതെന്നോട്ടത്തിലാക്കി. എങ്ങനെ ആക്കി? 100 രൂപ മടക്കി കൊടുക്കുമായിരുന്നു 1 കിലോ ഓറഞ്ച് മേടിച്ചോടാൻ. അല്ല, ഒരു തോട്ടം കൊടുത്തു ഇല്ലയോ? തലയ്ക്ക് ചുറ്റും പഴം പറഞ്ഞ്. ഞാൻ രസകരമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്, അങ്ങോട്ട് കൈ നീട്ടിയാൽ ഓറഞ്ച്, ഇങ്ങോട്ട് കൈ നീട്ടിയാൽ ആപ്പിൾ, മുന്നോട്ട് കൈ നീട്ടിയാൽ മാതളം നാരങ്ങ, പുറമോട്ട് കൈയിട്ടാൽ ചിക്കു, മേളോട്ട് കൈയിട്ടാൽ ചക്ക, താഴെ തപ്പിയാൽ തണ്ണിമത്തൻ. ഇങ്ങനെ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മയും ഇങ്ങനെ തുടങ്ങിയതാ ജീവിതം. പക്ഷേ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്നാന്നറിയോ? ഒരു പഴത്തേലോട്ട് കയറി ഒരു കടി കടിച്ചത് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ഇതെനിക്ക് മനസ്സിലായത് ഒരു വഴവും ഇല്ലാതിരുന്ന് കേട്ടപ്പോൾ ഏതാണ്ടൊക്കെ കയ്യിലുള്ളതിൻ്റെ ഇത് മനസ്സിലാകത്തെ. എനിക്കൊരു ഡിഗ്രി ഉണ്ട്, എനിക്ക് അതുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് ബാങ്കിൽ പൈസ ഉണ്ട്, മക്കൾ യൂക്കയില്ല. അതുകൊണ്ടാണ് മനസ്സിലാകത്തെ. ഒരു വഴവും ഇല്ലാത്തവരിത് മനസ്സിലാവും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ കടത്തീരത്ത് കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നവർക്ക് യേശുവിന്റെ തേജസ്സിന്റെ ശുശ്രൂഷ മനസ്സിലായി. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന
എൻ്റെ അടുത്ത് പാസ് ചോദിക്കുക, എന്ന് കുഞ്ഞേ ഇത്രയും തോട്ടം എല്ലാം നഷ്ടപ്പെട്ട്, ഞങ്ങളുടെയും തോട്ടം എല്ലാം പോയി, ഒന്നുമില്ലാതെ ബിസിനസ്സും പൊട്ടി, 5 രൂപ ഇല്ലാതെ കാടുംകാപ്പിക്ക് പൈസ ഇല്ല, വല്ലവനും സ്കൂട്ടറിൽ പെട്രോൾ അടിച്ചു വന്നിരിക്കുന്ന ദരിദ്രനോട് ഈ പാസ് ചോദിക്കുക, മോനെ ഏതൻ തോട്ടത്തിലെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താ? ഞാൻ പാപം ചെയ്തോണ്ടാ. പാപം ചെയ്യാൻ കാരണം എന്നാന്ന് ചോദിച്ചു. ഞാൻ മിണ്ടാതെ പറഞ്ഞു, പാമ്പ് കയറിയാന്ന്. എന്താ? അപ്പൊ എന്നോട് പിന്നെ ചോദിച്ചു, ആ പാമ്പ് തോട്ടത്തിൽ കയറിച്ചു, പിന്നെ എങ്ങോട്ട് പോയത്? എനിക്ക് എന്റെ ദേഷ്യവും വരുന്നുണ്ട്, പാമ്പ് എങ്ങോട്ട് പോയെന്ന് അറിയാനാണോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല പാമ്പ് എങ്ങോട്ടാ പോയത്. അന്നേരം ആ പുള്ളി പറഞ്ഞത്, പാമ്പ് എവിടാന്നറിയാമോ? ആദാം മരിച്ചു, ഹവ്വ മരിച്ചു, കായീൻ മരിച്ചു, ഹാബീൽ മരിച്ചു, ദാവീദ് മരിച്ചു, യേശു മരിച്ചു. യേശു പിന്നെ ഇപ്പുറത്തോട് ചാടി അങ്ങ് പോയി, എല്ലാവരും മരിച്ചു. പാമ്പ് എന്ത് ചെയ്യും? പാമ്പ് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് ചോദിച്ചു കുഴപ്പിക്കുന്നൊന്നുമില്ല, ബൈബിളിൽ വാ. പാമ്പ് എന്ത് ചെയ്യുന്നറിയാം? ആ പഴയ പാമ്പ് എന്ത് ചെയ്യുന്നറിയോ? അവിടെ നിന്ന് എനിക്ക് വെളിച്ചം കിട്ടിയത്. പഴയ പാമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പാട് 12:9 വരണം. വെളിപ്പാട് 12:9 ഓടിച്ചു നോക്കി പെട്ടെന്ന്. 12:9 ശക്തമായി ആരാധിക്കാൻ പോവാ. പാമ്പിനെ ഒന്ന് പിടിക്കും. ഇന്ന് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പത്തെ, ആ പഴയ പാമ്പ്. അപ്പൊ പഴയ പാമ്പ് എന്തുവാ? ഇപ്പൊ എന്റെ സ്റ്റാറ്റസ്, പ്രസന്റ് സ്റ്റാറ്റസ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദം തളർന്നു, പാമ്പ് വളർന്നു. അവൻ ഭൂലോകത്തെ മുഴുവൻ തെറ്റിക്കുന്ന ഒരു മഹാസർപ്പമായിരിക്കുന്നു. ഈ സത്യം പരിഷ്കൃത, ഈ ആധുനിക ലോകമൊന്നും, ഇത് പുരാതന ലോകമൊന്നും തിരിച്ചറിഞ്ഞില്ല, ആധുനിക ലോകവും തിരിച്ചറിയുന്നില്ല. എന്നാൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ പഴയ പാമ്പ് ഇന്നും ഭൂമിയെ ഭരിക്കുന്നുണ്ട്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ തന്നെയാണ് ബൈബിളാ പറയുന്നത്. അലറുന്ന ഒരു സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണോ നോക്കി ഏതനി കയറിയ ആ പാമ്പ് ഒരു സിംഹത്തെ പോലെ വായും പൊളിച്ച് അവൻ നടക്കുന്നു. ബൈബിള് പറയുന്നത് ഇത്. ഈ പാമ്പ് ഉള്ളിടത്താണ് ഞാൻ ബിസിനസ് ഇട്ടു. അവിടെ നിങ്ങളുടെ കുടുംബജീവൻ നയിക്കും. അവിടെ നിങ്ങളുടെ മാരുതിയുടെ 800 മേടിച്ച് എന്നും പറഞ്ഞു പാമ്പ് രാവിലെ ഇറങ്ങുന്ന എന്തിനാണെന്നറിയോ? അവിടെ ആ കട ഇട്ടോണ്ടിരിക്കുന്നു. അവിടെ ആ ജർമ്മനിയിൽ പോയി പഠിക്കാനിരിക്കുന്നു. ഏതോട്ടത്തിൽ കയറിയ പാമ്പ് ഇപ്പം അങ്ങ് വളർന്ന്. ഇനി ആ പാമ്പുമായിട്ടുള്ള പ്രശ്നം തീർക്കാനാണ് യേശുവിനെ ഇങ്ങോട്ട് വിട്ടത്. സത്യത്തിൽ നമ്മുടെ വീട്ടിൽ പാമ്പ് കയറിയാൽ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? സുരേഷ് വാ, സുരേഷ് വാ എന്ന് പറഞ്ഞു 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 പുള്ളിയുടെ പേര് തന്നെ ഇപ്പൊ എന്തോ പാവാ സുരേഷ്. അങ്ങനാ സുരേഷ് വാ, സുരേഷ് വാ എന്നും പറഞ്ഞ് പേര് തന്നെ എന്തുവാ? പാമ്പ് കയറിയ സുരേഷ് വരണം. ഈ മഹാസർപ്പത്തെ കൈകാര്യം ചെയ്യാൻ യേശുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു. പക്ഷേ യേശു വന്ന് ഈ പാമ്പിനെ പിടിച്ചില്ല. എന്നാൽ ഇതിനെ പിടിക്കാവുന്ന പാമ്പാ. നോക്ക്, പിടിക്കാൻ പറ്റാത്ത പാമ്പായതുകൊണ്ടല്ല. വെളിപ്പാട് 20:1 നോക്കി, പിടിക്കാൻ പറ്റുമോ നോക്കി. പാമ്പ് പിടിച്ച പോലെ ഇരിക്കാവുന്ന വായിച്ചേ. ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവം തരുന്ന നിയോഗം പറയട്ടെ. ഈ ദൂതിന് ആമീൻ പറയാമെങ്കിൽ എലന്തൂരെ പാമ്പിനെ മൊത്തം നിങ്ങൾ പിടിക്കും. ഈ സഭ ഇവിടുത്തെ കുടുംബങ്ങൾക്കകത്തു നിന്നെല്ലാം പാമ്പിനെ പിടിക്കാൻ പോയാ. ഇവൻ ഇപ്പോഴും പല കുടുംബത്തിനും കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പല വ്യക്തികളെ ഇവൻ ഒതുക്കിക്കൊണ്ടിരിക്കുക. അവരെ കാൽ കീഴാക്കാൻ സ്വർഗം നിങ്ങൾക്ക് അധികാരം തരാൻ പോവാ. നിങ്ങളുടെ മഹത്വം വെളിപ്പെട്ടാ മതി. ഹല്ലേലൂയ. നിങ്ങളുടെ വീടിനകത്തെ പോരാട്ടങ്ങളെല്ലാം അവസാനിക്കാൻ പോവാ. വിട്ടുവിട്ടുണ്ടാകുന്ന രോഗമൊക്കെ മാറാൻ പോവാ. ആശുപത്രി കേസെല്ലാം നീരാൻ പോവാ. അടിക്കടി ആശുപത്രി പോകുന്നതെല്ലാം തടയാൻ പോവാ. ഡയാലിസിസിനെ എല്ലാം എന്റെ കർത്താവ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു കീമോതെറാപ്പി, ഒരു റേഡിയേഷൻ നിങ്ങളുടെ ശരീരത്ത് വരുത്താൻ എന്റെ ദൈവം അനുവദിക്കാത്ത രീതിയിൽ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം തരാൻ പോവുകയാണ്. ഈ മാസത്തിനകത്ത് ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് സർപ്പം കീഴടങ്ങാൻ പോവുകയാണ്. ആത്മനിയോഗത്തോടെയാ പറയുന്നത്. മോനെ ഇതൊക്കെ കയറി പിടിച്ചോണം. ദൈവം നിങ്ങളൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കും. അറിയത്തില്ലായിരുന്നു മോനെ ഇതിന്റെ കിടപ്പ്, ഇതിന്റെ വകുപ്പ് അറിയാൻ മേലാതെ നമ്മൾ പോയിരുന്ന് പാട്ടിക്കൊണ്ടിരുന്നു.
ഒരു ഉപദേശി എനിക്കിത് പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞു, മോനെ ആ പാമ്പ് ചില്ലറക്കാരനല്ല, അവന് ഭൂലോകത്തെ മുഴുവൻ ഭരിക്കുകയാണ്. അമേരിക്ക അവൻ്റെ കയ്യിലാണ്, ഇന്ത്യ അവൻ്റെ കയ്യിലാണ്. ബൈബിള് നിങ്ങൾ നോക്കിയേ, യേശു ക്രിസ്തു ഇവിടെ വന്ന് എല്ലാം ചെയ്ത് അവൻ്റെ തലയെ തകർത്തെന്നും എല്ലാം പറഞ്ഞേച്ച് പോയിട്ട് കമ്പനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ 2 അപ്പോസ്തലന്മാർ എഴുതി വെച്ചേക്ക് നിങ്ങൾ വായിച്ചോ. സകല ലോകവും ദുഷ്ടൻ്റെ അധീനം തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് യേശു പോയതാ അല്ലെ? ക്രൂശീകരണവും കഴിഞ്ഞു, ദേശസ്കരണവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു പോയിട്ട് യോഹന്നാൻ ഈ മാതിരി എഴുതേണ്ട കാര്യമുണ്ടോ? സകല ലോകവും തൊട്ടുണ്ട്. ഞങ്ങൾ അച്ഛനെ വേദോസം എഴുതിയിരുന്ന ചോദിച്ചാൽ പിന്നെ എന്നോ കാണിക്കോട്ട് വന്നു. ഇപ്പോഴും അവന്റെ കൈ തന്നെ കിടക്കും. പത്രോസ് എഴുതി വെച്ചു, ആരെ വിടുകണമെന്ന് പറഞ്ഞ് അലർന്ന തിങ്കം പോലെ. അപ്പൊ പിന്നെ എന്തോ യേശു ചെയ്തേ? അയ്യോ, ഇത് തിരിച്ചറിയാത്തോണ്ടാ വിടുതൽ കിട്ടാത്ത. യേശു പാമ്പിനെ പിടിച്ചില്ല, യേശു പാമ്പിനെ തൊട്ടില്ല. സ്തോത്രം. പകരം എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ദൂത് പിടികിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പാമ്പിനെ പിടിക്കത്തില്ല, പകരം അതിനെ ചവിട്ടി കളയാൻ തക്കവണ്ണം ദൈവം നിന്നെ ശക്തീകരിക്കുന്നതാണ് പുതിയ നിയമം. വ്യക്തിപരമായി ശക്തി ഏറ്റെടുക്കാതെ ബലപ്പെടാതെ ഇരുന്നാൽ ഏത് മുഴുത്തവനെ ഈ പാമ്പ് അള്ളിയിരിക്കും. ഈ നൊമ്പരത്തിന്നാ പ്രസംഗിക്കുന്നത്, ഈ നൊമ്പരത്തിന്നാ പ്രസംഗിക്കുന്നത്. അത് ചുമ്മാ പ്രസംഗിക്കല്ല. ചേട്ടത്തൊന്നും പൈസ പോലും മേടിക്കുന്നില്ല. ഇപ്പോ ഞാൻ പറഞ്ഞു ദൂത് ഏറ്റെടുത്താൽ മതി, പൈസ ഒന്നും വേണ്ടെന്ന് പറയും. ഞങ്ങൾ 4 പേരും കൂടെ വന്നു. ഞങ്ങൾ ഇവിടെ പറഞ്ഞു ആഹാരം ഒന്നും വേണ്ട, നിങ്ങൾക്ക് തരാൻ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ പറയുന്നത് ആൻറ്റി സമാധാനമായിട്ടിരുന്ന് കത്താൻ്റെ കാസിന് ഉപസിക്കട്ടെ. ആഹാരത്തിൻ്റെ പുറകെ നടന്ന് ഒരു ഇച്ചിരി ബീഫ് തരണമെങ്കിൽ ഒരു 100 ഗ്രാമായിട്ട് മേടിക്കാൻ കിട്ടുമോ? ഇല്ല. അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ പുറകെ എല്ലാം നടന്ന് മാനസികമായിട്ടെല്ലാം ടെൻഷനായി. ഞാൻ ഇന്ന് വിളിച്ചപ്പോഴേ പറഞ്ഞു കോരി ഫുഡും വേണ്ട, സമാധാനം. സ്വസ്ഥമായിട്ടൊന്ന് കേൾക്കണം പ്ലീസ്. മറ്റുള്ളതിൻ്റെയൊക്കെ പുറകെ പോയി സമയം കളയാതെ എന്നെ ചൊല്ലിക്കറിയണ്ടെന്ന്. ഞങ്ങളിവിടെ 15, 16, 20 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നാൽ വീട്ടിൽ ചെന്ന് സുഖമായിട്ട് കഴിച്ചു കിടന്നുറങ്ങാം. ഞാനതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. എൻ്റെ തലയ്ക്കകത്ത് ഇപ്പം ഫുഡോ പൈസയോ ശുശ്രൂഷയോ ഒന്നുമല്ല. എനിക്ക് ഈ വെളിച്ചം കിട്ടിയ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. ഈ പാമ്പിനെ കർത്താവ് കണ്ടപ്പം പറഞ്ഞു, വേണ്ട ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ആ ഒരു ലെവലിലേക്ക് നിങ്ങളും വളരാൻ പോവാ. അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എത്ര പേർക്ക് ഞാൻ പറയാം, ഈ ഉപവാസം കഴിയുമ്പോൾ ഇത് ഏറ്റെടുക്കാമെങ്കിൽ നിങ്ങൾക്കും പറയാൻ പറ്റും, ദാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എൻ്റെ കുഞ്ഞിനോടൊരു കാര്യവുമില്ല, അവൻ എൻ്റെ ശരീരത്തോട് ഒരു കാര്യവുമില്ല, അവൻ എൻ്റെ സഭയോട് ഒരു കാര്യവുമില്ല, അവൻ എൻ്റെ ആരോഗ്യത്തോട് ഒരു കാര്യവുമില്ല. ആ നിലകളിൽ നിങ്ങളെ ഫ്രീ ആക്കാൻ പോകർത്താവ് ഒരു കാര്യമില്ലാത്ത രീതി. സാത്താനിവിടെ ഉണ്ട്, പക്ഷെ നിന്നോട് ഒരു കാര്യവും. അങ്ങനെ ഒരു ഫ്രീഡം വേണോ? സാത്താൻ ഭരിക്കുന്ന ഈ ലോകത്ത് നിന്നോട് ഒരു കാര്യവും ഇല്ലാത്ത യേശുവിന്റെ പ്രാഗൽഭ്യം കേട്ടോ. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, പക്ഷെ അവൻ എന്നോട് ഒരു കാര്യവും. അങ്ങനെ ഒരു ഫ്രീഡം. ഞാൻ ആ ലെവലിൽ ആ രീതി കാര്യങ്ങൾ മനസ്സിലാക്കി കയറി വന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാം, 3 പിള്ളേരെ പഠിപ്പിച്ച് വളർത്തി. ഒരുത്തൻ അങ്ങ് നേഴ്സിംഗ് പഠിക്കുക ബാംഗ്ലൂരിൽ. ഞങ്ങളുടെ ഓർമ്മയെ ശരിക്കും പറഞ്ഞ ആശുപത്രി കേസൊന്നുമില്ല. എന്നാൽ അവിടെ വേനയാ ഇവിടെ വേനയാ, ശ്വാസം മുട്ടുന്നു, ഇതാന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവൻ വയറ്റ് വേന എടുത്ത് കുത്തി മറിഞ്ഞു കിടന്ന് കരയുവാണ്. പെട്ടെന്ന് കാറ് കിടപ്പം എടുത്തുകൊണ്ട് പോവല്ല. ഏത് കാരണത്താ വന്നാലും എന്റെ പൈതലേ എനിക്കെന്നാ കാര്യം? വന്നിട്ട് ഞാൻ പോന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഇതിന്റെ മർമ്മം പിടികിട്ടി രക്ഷപ്പെട്ട എന്നോട് പറയുകയാണേ, ഈ പാമ്പിനെ പിടിക്കാവുന്ന പാമ്പാ. അപ്പൊ ഇത് പിടിക്കും ദൂതൻ. അനന്തരം ഒരു ദൂതൻ കാകാതൂപത്തിന്റെ താക്കോലും കയ്യിലൊരു ചങ്ങലയുമായി വന്ന് എന്ത് ചെയ്തു? പഴയ പാമ്പിനെ പിടിച്ചു. അപ്പൊ ഇത് ഒറ്റ കൈ കൊണ്ട് ഒരു ദൂതന് പിടിക്കാവുന്നേ ഉള്ളൂ. അറിഞ്ഞേ, ഒറ്റ കൈ കൊണ്ട് ഒരു ദൂതന് പിടിക്കാവുന്ന പാമ്പാണ്. ഒരു ദൂതൻ ഒറ്റ കൈ കൊണ്ട് പിടിക്കാവുന്ന പാമ്പാ. ആ ഒറ്റ കൈ കൊണ്ട് ദൂതന് പിടിക്കാവുന്ന ഈ പാമ്പിനെ എൻ്റെ യേശു ഇവിടെ വന്നിട്ട് പിടിക്കാതെ പോയതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതിനെ പിടിച്ചില്ല. പിടിക്കാതെ
കർത്താവിന്റെ സിസ്റ്റം എന്നാന്നറിയോ? ആ പാമ്പിനെ തേളിനെയും ചവിട്ടി ബലഹീനപ്പെടുത്താൻ ഞാൻ നിനക്ക് അധികാരം തരും. അവ ഇനി ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. ഈ ഉപവാസത്തിൽ ആ ശക്തി ഏറ്റെടുത്താൽ ഹല്ലേലൂയ, ഒരു ദോഷവും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പൊ സന്തോഷം അനുഭവിക്കുന്നു, ഇപ്പോഴത്തെ സമൃദ്ധി അനുഭവിക്കുന്നത്. ഞാൻ സാക്ഷിയാണ്. സമാധാനം ഇല്ലാത്ത വീട്ടിൽ ഇപ്പൊ സമാധാനം. അസുഖവും രോഗവും ഒക്കെ ആയിട്ട് നടന്നവരാ ഞങ്ങള്. പക്ഷെ ഇതിനകത്തു നിന്നെല്ലാം മോചനം കിട്ടി. എന്നറിയോ? ഈ പാമ്പിനെ ചവിട്ടി. അപ്പൊ നമ്മൾ ആരാന്ന് തിരിച്ചറിയാനാണ് ഞാൻ ഇത് പറഞ്ഞു. ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ഒരു ദൂതൻ ഒറ്റ കൈ കൊണ്ട് പിടിക്കാനുള്ളതേ ഉള്ളൂ. ഈ പാമ്പ് പഴയ പാമ്പാ, പക്ഷെ മഹാസർപ്പം. പക്ഷെ ഒരു ദൂതന്റെ ഒറ്റ കൈക്കകത്ത് കൊള്ളാനുള്ളതേ ഉള്ളു. അവിടുന്ന് എന്നെ ദൈവത്തിന്റെ വാനത്തിൽ കൂടെ ദൈവാസം കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നറിയോ? ഇത് ക്ലിക്കായത് എവിടാന്നറിയോ? ഈ പാസ്റ്ററുടെ ഡ്രൈവർ മുഖ്യമന്ത്രിയാണെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി പറയുക. ഈ പാസ്റ്ററുടെ ഡ്രൈവർ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ പാസ്റ്റർ ആരായിരിക്കും? അങ്ങനെ കണ്ണു തുറന്ന് എവിടെയാണെന്നറിയോ? ഒറ്റക്കൈ കൊണ്ട് ഈ ദൂതനെ, ഈ സർപ്പത്തെ പിടിക്കാൻ പറ്റും. ഒന്നിലധികം ദൂതന്മാർ എനിക്ക് കാവൽ നിൽക്കുക. അപ്പൊ ഞാൻ ആരാ? ആ മഹത്വം തിരിച്ചറിഞ്ഞോണം. നിന്റെ മഹത്വം തിരിച്ചറിഞ്ഞോണം. സത്യം അറിയുമ്പോൾ നീ സ്വതന്ത്രനാകും. രാത്രി നിങ്ങൾ അശാസിക്കാൻ വന്ന് സാത്താനെ, എന്റെ ഭവനത്തിനകത്ത് നിനക്ക് അധികാരമില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ നിനക്ക് അധികാരമില്ലെന്ന് നിങ്ങളായിരുന്നു ശാസിക്കാൻ പോന്നേ. നിങ്ങൾ അതിനെ പുറത്താക്കാൻ പോന്നേ. നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ആ ലെവലിലോട്ടൊന്ന് വരാൻ ആഗ്രഹിക്കുന്നവരെ കൈ ഒന്ന് ഉയർത്തി കാണിച്ച് എന്റെ മേലെ ആ മഹത്വം ഒന്ന് വെളിപ്പെടണമെന്ന് പറയുന്നവരെ നിന്റെ കണ്ണ് തുറന്ന് എവിടാന്നറിയോ? ഒറ്റ 1-2 കാര്യം കൂടെ പറഞ്ഞാൽ മതിയല്ലോ. ദൂത് തീർന്ന് ആരാധിക്കാൻ 2 മിനിറ്റ്. ദൈവമക്കളെ, ഞാൻ എൻ്റെ ചർച്ചിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കളക്ടറേറ്റിൽ പോകേണ്ടി വന്നു. ഒരിക്കൽ കളക്ടറുടെ ഒരു ഒപ്പ് കിട്ടേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നിൽക്കുക. അവർ പറഞ്ഞു കളക്ടർ വരാതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ കളക്ടറെ നോക്കി നിൽക്കുക. 2:45 കളക്ടറിന് എഴുതിയ വണ്ടി പത്തനംതിട്ട കളക്ടറേറ്റ് കൂട്ട് കയറി വന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ വണ്ടി അവിടെ വന്ന് നിൽക്കുക. പക്ഷെ ആരും ഇറങ്ങി വരുന്നില്ല. അപ്പം ഞാൻ അവിടുത്തെ കളക്ടർ കാണത്തില്ല, വണ്ടിയെ കാണത്തുള്ളായിരിക്കുമെന്ന്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിന് ഡ്രൈവർ തന്നെ ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരൻ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് കളക്ടറുടെ ഇരിക്കുന്ന സ്ഥലത്തെ ഡോർ ഇങ്ങനെ തുറന്നിച്ച് കൈകൊണ്ട് കാണിക്കും. അന്നേരം ഇറങ്ങി. ഇതെന്റെ ദൈവം എൻ്റെ ഉള്ളിൽ ഒരിക്കൽ തന്നിട്ട് പറഞ്ഞു, മോനെ, കളക്ടർക്ക് ഒരു പോലീസുകാരൻ ഡോർ തുറന്ന് കൊടുത്തപ്പോ ഇങ്ങനെ കാണിച്ചപ്പോ അദ്ദേഹം ഇറങ്ങി വന്നു. അത്ര പ്രോട്ടോക്കോളാ, അത്ര മഹത്വമായേക്കാം. എൻ്റെ അപ്പ എന്നോട് ചോദിക്കുക, ആ ദിവസങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നെ എന്നാന്നറിയോ? പള്ളുക്കുട്ടി പഠിക്കാത്ത മീനെ പിടിച്ച് നടന്ന മീൻ്റെ ഉളുമ്പുനാറ്റമുള്ള പത്രോസിന്റെ മുമ്പിൽ ഒരു ദൂതൻ മുന്നിൽ ഓടിപ്പോയിട്ട് 3 ഇരുമ്പ് വാതിൽ തുറന്നിട്ട് പറയാം, കത്തുന്നില്ലല്ലേ? അപ്പൊ പത്രോസ് ആരാ? ഹല്ലേലൂയ. യോഹന്നാൻ ആരാ? കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടേണ്ടതിന് പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകി. അയ്യോ, ഇതിന്റെ റൂട്ട് പോകുന്ന എങ്ങോട്ടാന്നറിയോ? ദൈവമക്കളെ, ആ മഹത്വം പത്രോസിന്റെ മേൽ ഇപ്പം വന്നിരിക്കുകയാണ്. സ്വോത്രം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് എൻ്റെ ദൈവദാസ് എന്നോട് ചോദിക്കുക, കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചാന്നോ? കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചവരെല്ലാം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. അല്ലാത്തവർ, അഭിഷേകം ഉള്ളവർ, അന്യഭാഷ പറയുന്നവരെല്ലാം ഒന്ന് കൈ കാണിച്ചു. അല്ലാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വണ്ടി നഷ്ടത്തിലാണ് ഓടുന്നത്. വണ്ടി നഷ്ടത്തിലാണ് ഓടുന്നത്. ഇന്ന് 6ാമത്തെ ദിവസം ആയതേ ഉള്ളൂ. ഒരുപക്ഷെ ഇതൊരു ആഹ്വാനമായിരിക്കാം. ഈ ഉപവാസം തീരുന്നതിന് മുമ്പേ നിങ്ങൾ വാശി പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. വലിയ അഭിഷേകം ഇറങ്ങാൻ പോവാ. എന്നോട് ചോദിച്ചു, കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചാണോ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ അഭിഷേകമൊന്നും പ്രാപിച്ചല്ല. ഉടനെ എന്നോട് ചോദിക്കുക, അപ്പോൾ നീ എവിടെയാടാ? ബന്ധുക്കോസിലാണ്. നീ എവിടാ പോകുന്നത്? നീ ശാനപ്പെട്ടാന്നോടാ? ഞാൻ പറഞ്ഞു, ഞാൻ 95 ശാനപ്പെട്ടതാ, ബാംഗ്ലൂരിൽ വെച്ച്. നിനക്ക് അഭിഷേകം കിട്ടിയില്ലേ? നിനക്ക് അന്യഭാഷയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് അന്യഭാഷ അഭിഷേകമൊന്നും ഇല്ല പാസ്റ്റേ. അപ്പോൾ എനിക്ക് ഇച്ചിരി ദേഷ്യവും കൂടെ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, പാസ്റ്റേ, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയാഞ്ഞോണ്ടാന്നോ കടം മാറാഞ്ഞ്? എന്നെ കറക്റ്റ് കാര്യം അറിയണമല്ലോ. അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയാഞ്ഞോണ്ടാന്നോ കടം മാറാഞ്ഞ്? അന്യഭാഷ ഇല്ലാത്തതാന്ന് ഇപ്പൊ കടത്തിന്റെ കാരണം. അപ്പൊ ഇയാള് പറയുകയാണെ, അന്യഭാഷ പറഞ്ഞാൽ കടം മാറത്തില്ല, പക്ഷെ കടം ഉണ്ടാക്കുന്നവൻ അവിടുന്ന് മാറും.
ഞാൻ കുറച്ചുകൂടെ ഒന്ന് കർത്താവിൻ്റെ ദാസനോട് കാര്യങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടി ഒന്ന് ചോദിച്ചു. പക്ഷേ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു എന്തുവാ കാര്യം. അപ്പം എന്നോട് പറഞ്ഞു യെശയ്യാപ്രവചനം 11 അധ്യായം എടുത്തോളാൻ പറഞ്ഞു. യെശയ്യാപ്രവചനം 11 അതിൻ്റെ അകത്തൊരു വാക്ക് കിടപ്പുണ്ട്. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള വരും. ഈശായുടെ കുറ്റി അതെങ്ങനെയാന്ന്, കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. അവൻ്റെ വേരിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പച്ച അർത്ഥം, ഇത്രയേ ഉള്ളൂ. കന്യയെ കൂടെ വരുമെന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞു. 9-ാം അധ്യായത്തിൽ പറഞ്ഞു നഫ്താലിയുടെ സെബൂലൂൻ രാത്രിയിലൂടെ പോയിട്ടിരിക്കും ജനം വെളിച്ചം കാണും. 11-ാം അധ്യായത്തിൽ പറഞ്ഞു ഇശ്ശായുടെ കുടുംബത്തിൽ നാം വരുന്നേ. അടുത്ത വാക്യം എന്തുവാ? അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. എല്ലാം പറഞ്ഞു അവന്റെ മേൽ യഹോവയുടെ ആത്മാവ്. സിമ്പിളാ, ഇത് ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി തന്നെ അധികാരം വെളിപ്പെടും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അതിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം എന്താണെന്നറിയോ? അതിനുശേഷം പരിചയപ്പെടുത്തുന്നത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ്, യഹോവയുടെ ഭക്തിയുടെ ആത്മാവ്, ഇങ്ങനെ ആത്മാവിന്റെ പ്രത്യേകതയാ പിന്നെ പറയുന്നത്. പിന്നെ ഇത് ആവസിക്കപ്പെട്ട് കഴിഞ്ഞ ഇശായി പുത്രന്റെ അല്ലെങ്കിൽ ദാവീദിന്റെ പുത്രനായി വന്ന യേശു ക്രിസ്തുവിൽ വന്ന പ്രത്യേകത, യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് അയാൾ എഴുതി വെച്ച എന്നാന്നറിയാമോ? ആ ഇശായുടെ കുറ്റിയിൽ ഒരുത്തം വരും, അവന്റെ മേലോട്ട് യഹോവയുടെ ആത്മാവ് ആവസിക്കും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവൻ തൻ്റെ വായെന്ന വടി കൊണ്ട് ഭൂമി ആട്ടിക്കും. ഈ ഒരുത്തന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ അവന്റെ വായ ഒരു വടിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എന്റെ കണ്ണു തുറക്കാനിടയായി. ഇന്ന് രാത്രി അതേ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ ക്യാൻസറിനെതിരെ വടിയെടുക്കാൻ നിന്റെ വായ്ക്കകത്ത് എന്റെ ദൈവം ബലം നിയമിക്കാൻ പോകുകയാണ്. നിനക്കെതിരെയുള്ള രോഗാത്മാവിനെതിരെ വടിയെടുക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുന്ന രാത്രിയായത്. അവന്റെ മഹത്വം നിന്റെ മേൽ പ്രത്യക്ഷമാകാൻ പോകുകയാണ്. കാറ്റേ അടങ്ങ്, കടല് ശാന്തമാക, വായെന്ന വടി. പക്ഷെ ഈ വടി കൊണ്ട് അടിച്ചാൽ എല്ലാം നിൽക്കും അവിടെ. നിങ്ങൾക്ക് വളരണം. സിമ്പിൾ. പക്ഷെ സിമ്പിൾ. എന്നോട് പറയാ വായ എന്നാ വടി. നിങ്ങൾ പിന്നെ കണ്ടോ കാറ്റും കടലും കൂടെ ഇളകിയപ്പോ അന്ത്രയോസിന്റെ ഒറ്റമുണ്ട് വലിച്ചൂരിയിട്ട് കാറ്റ് കയറുന്ന അടയ്ക്കുമായിരുന്നു. മുന്നേ വലിച്ചുകൂടി അതിന്റെ കാറ്റ് വലിച്ചു യേശു കറിഞ്ഞു കാറ്റ് അടങ്ങ. കടല് എന്താണ് ഇതിന്റെ ബേസ് എന്നൂടെ പറഞ്ഞു നിർത്തിയേക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ ശത്രുക്കളെയും പകയനെയും മിണ്ടാതാക്കേണ്ടതിന് ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിക്കുന്നു. ശിശു എന്ന് ഉദ്ദേശിച്ച കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, ആത്മീയത്തിൽ എത്ര ശിശുവാണെങ്കിലും. അതിനുദാഹരണം നമ്മുടെ പൗലോസ് തന്നെയാണ്. അയാള് ആത്മീയത്തിൽ ശിശുവാ. 12 ശിഷ്യന്മാരുടെ കൂടെ ഒന്നും നടന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളല്ല. സഭയെ മുടിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു അകാല പ്രജയാണ്. പക്ഷെ അയാൾക്കൊരു ടെലഗ്രാം വന്നു. അയാൾ കണ്ണും കാണാതെ ഒരു വീട്ടിലെ യൂദാടെ വീട്ടിൽ ഇരിക്കുമ്പോൾ അയാൾക്കൊരു ടെലഗ്രാം വന്നു. യേശു കൊടുത്തു വിട്ട ടെലഗ്രാമാ. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്കേണ്ടതിനും പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിനും നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവായി എന്നെ അയച്ചിരിക്കുക. എന്തേലും പറഞ്ഞ ഉടനെ കല്ല് പെറുക്കി എറിയുന്ന ഈ പൗലോസ് കല്ല് പെറുക്കി എറിയുന്നത് നിർത്തി. ഇപ്പൊ ഇനി എന്തെങ്കിലും വിഷയം വന്നാൽ പുള്ളി കല്ല് പെറുക്കി എറിയത്തില്ല. 9-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു ദൂത് വന്നു. അയാൾ ആത്മാവി നിറയാൻ പഠിച്ചു, ആത്മപൂർണനാകാൻ പഠിച്ചു. നമുക്ക് അടുത്ത 13-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഏലിമാസ് എന്ന് പറയുന്ന ഒരുത്തൻ പൗലോസിന്റെ പ്രസംഗത്തെ തടയാനായിട്ട് എഴുന്നേറ്റു. സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതിയുടെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിനെ തടയാൻ ഏലിമാസ്. അപ്പൊ ആരാ ഏലിമാസ്? ദേശാധിപതിയുടെ വലങ്കൈ. ഡയറക്റ്റ് അധികാരം എലിമാസിനില്ല. ദേശാധിപതി, രാജ്യം ഭരിക്കുന്ന ഞങ്ങളുടെ ആൾക്കാരാന്ന് ചിലര് പറയുന്ന പോലെ ദേശാധിപതിയുടെ വലങ്കൈയാണെന്നുള്ള അഹങ്കാരത്തിൽ സുവിശേഷകനെ തടയാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് ആത്മപൂർണനായി. ഹല്ലേലൂയ. എന്നിട്ട് തന്റെ വാ തുറന്ന് പറയാണ്, ഹേ പിശാചിന്റെ മകനെ, സകല ധൂർത്തം നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികളെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നിനക്ക് മതിയായില്ല. അതൊക്കെ
വ്യാഖ്യാനിക്കേണ്ട സ്ഥലങ്ങൾ അവിടെ എല്ലാം. എന്നറിയോ വാഗ്ദത്തം എന്തുവാ? നീ രാജാക്കന്മാർക്ക് യഹൂദന്മാർക്കും ജാതികൾക്കും നടുവിൽ എൻ്റെ നാമത്തെ കൊണ്ട് നീ നിൽക്കുമെന്ന്. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. പക്ഷെ വാഗ്ദത്തത്തെ മറിച്ച് കളയാൻ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നിനക്ക് മതിയായില്ലേ? ഇതൊക്കെ തന്നെ ഇന്നും നമ്മുടെ വിഷയം. വാഗ്ദത്തത്തിനെതിരെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ വെട്ടാനുള്ള ഒരു അധികാരം നിങ്ങളുടെ ആദരത്തിന് തരുന്നതാണ് പുതിയ നിയമം. വായ്ക്കകത്ത് ബലം നിയമിച്ചിരിക്കുകയാണ്. തന്നെ കടിച്ചു കീറാൻ വന്ന സിംഹത്തെ ശിമിശോൻ തന്നെ കീറിക്കളഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ നിനക്കെതിരെ പത്തി ഉയർത്തുന്ന സകലത്തെയും ആദരത്തിൽ നിന്ന് വരുന്ന അധികാരം കൊണ്ട് അത് പിടിച്ചു കെട്ടാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നതാണ്. പുതിയ നിയമമെന്നുള്ള തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തിനൊരു വഴിത്തിരിവായത്. ഇനിയും പിടിയിട്ടില്ല. സമയം അങ്ങോട്ട് മുന്നോട്ട് പിന്നെയും പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് പോയി. അതുകൊണ്ടാണ് ഞാൻ തിരക്കാം. എനിക്ക് രാവിലെ ചനശ്ശേരി പ്രസംഗിക്കണം. ഇത്രയും കേട്ട ഞാനുണ്ടല്ലോ ഓടി അവിടുന്ന്. ഞാൻ ഇത്രയും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മക്കളെ കേൾക്കുന്ന കേട്ടോ. ഞാൻ നേരെ വീട്ടിൽ പോയി. എനിക്കൊരു കിഴിഞ്ഞ പായ ഉണ്ടായിരുന്നു, പന്ന കിഴിഞ്ഞൊരു പായ. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ മുട്ട അവിടെ കുത്തി, ഞാൻ മുട്ട കുത്തിയിരുന്നു പറഞ്ഞു. ഈശപ്പച്ച എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എന്നെ പള്ളി പോയി പിടിയിട്ടില്ല, പെന്തിക്കോസി പോയിട്ടും മനസ്സിലായില്ല. ഇന്നൊരു ദേവാസം പറഞ്ഞു, ഈ ഭവനത്തിൽ പ്രവർത്തിക്കുന്ന പഴയ പാമ്പ് തന്നെയാണ്. അവനെ പിടിച്ചു കെട്ടാൻ എന്നെ ദൈവദാസനെ ഞാൻ വിളിച്ച ഭാഷ പാമ്പിനെ പുറത്താക്കും. ഭാഷ എന്നോട് പറയും, നിന്റെ വീട്ടിൽ ഒന്ന് പാമ്പിനെ പിടിക്കുന്നതല്ല എൻ്റെ ജോലി. ഞാൻ പറഞ്ഞു ഭാഷ വന്നു പുറത്താക്കണം. എന്നോട് പറഞ്ഞു, നീ വേദോസം വായിക്കാത്തതിൻ്റെ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ ഭാഷ? എടാ, ഒരു ദുരാത്മാവിനെ പുറത്താക്കുന്നൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഒരു ദുരാത്മാവിനെ പുറത്താക്കിയാൽ അത് 7 കൂടെ തിരിച്ചു കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ തന്നെ മടങ്ങി വരും. എന്നിട്ട് എന്നോട് പറയാം, കുഞ്ഞോൻ ഭാഷ അങ്ങനെ ചുമ്മാ ഈച്ചക്കൂട്ടി കല്ലെറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? നീ അതിനെ പുറത്താക്കണം. ഞാൻ പോയി ഒരു പായിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, യേശുപ്പച്ച എനിക്കിന്ന് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നാ മനസ്സിലായി. കർത്താവേ, ആ പഴയ പാമ്പ് ഇപ്പോഴും എൻ്റെ വീടിനകത്ത് കയറി പ്രവർത്തിക്കുക. എൻ്റെ അപ്പനെ കൊന്നതാണ്. അങ്ങനെയാണെങ്കിൽ 52ാമത്തെ വയസ്സിൽ കൊന്നതാണ്. എൻ്റെ ജ്യേഷ്ഠൻ മദ്യപാനിയായത് ഈ പാമ്പിൻ്റെ പ്രവർത്തനം. എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ രോഗമില്ല, എൻ്റെ അമ്മയെ രോഗിയാക്കിയതാണ്. കർത്താവേ, ഇതിനെല്ലാം പുറത്താക്കാൻ എനിക്ക് കഴിവില്ല. നിന്റെ ആത്മാവ് എൻ്റെ മേൽ പകർന്ന് എൻ്റെ വായൊരു വടിയാക്കി മാറ്റിയ ഇതിനെയൊക്കെ പുറത്താക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ഞാൻ പ്രസംഗിക്കും ഈ ആത്മാവിനെ കുറിച്ച്, ഈ യേശുവിനെ കുറിച്ച്, ഈ രക്ഷകനെ കുറിച്ച് നാം പറയാം. കർത്താവേ, ഇത്രയും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു പ്രയാസം വന്നു. എന്നറിയോ? എനിക്ക് കിട്ടത്തില്ല. ഞാൻ കള്ളനാണ്. എന്നെ സ്ഥാനപ്പെട്ടെന്നേ ഉള്ളൂ. ഞാൻ മുതുകള്ളനാണ്. ഞാൻ പൈസ കൊടുത്താൽ മേടിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല, കുട വെക്കുന്നിടത്ത് വടി വെക്കത്തില്ല. ഞാനൊരു കള്ളനാണ്. ഞാൻ സത്യം പറഞ്ഞു. ഇപ്പം അല്ല കേട്ടോ, അന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടത്തില്ല കർത്താവ്, എനിക്ക് അഭിഷേകമൊന്നും കിട്ടത്തില്ല. എൻ്റെ ഹൃദയത്തിൽ വരുവാ, എനിക്ക് കിട്ടത്തില്ലെന്ന്. പക്ഷേ എൻ്റെ ദൈവമക്കൾ, എൻ്റെ മനസ്സിനകത്തൊരു ഹൃദയത്തിൽ ഒരു കാര്യം കയറി വന്നു. എൻ്റെ പാപം എത്ര കടും ചുവപ്പായാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞി പോലെ ആക്കാൻ യേശുവിന് കഴിയും. കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ എന്തെല്ലാം മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ കുറവശങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒരു സെക്കൻഡ് ക്രൂശി കിടന്ന മുതുകള്ളൻ കർത്താവിനോട് ഒറ്റ വാക്കേ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി എന്നെയും കൂടെ. അന്നേരം കർത്താവ് പറഞ്ഞു, എന്തുവാ, ഞാൻ നിന്നെ എൻ്റെ കൂടെ. നിങ്ങളൊക്കെ വലിയ ക്രിമിനലുകളാണെന്നല്ല ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളും കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഒറ്റ വാക്ക് മതി, യേശുപ്പച്ച ക്ഷമിക്കും. ഞാൻ അവിടെ നിന്നുകൊണ്ട് യേശുപ്പച്ചയോട് പറഞ്ഞു, യേശുപ്പച്ച മോനെ കേട്ടോടാ, യേശുപ്പച്ച എൻ്റെ ഭാഗത്ത് ഞാൻ പൈസ മേടിച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ പഴയ പാമ്പാണ് ഇവിടെ കയറി പ്രവർത്തിക്കാൻ എനിക്കറിയാം. എന്നെ പുറത്താക്കാനൊന്നും എനിക്ക് കഴിവില്ല. നിൻ്റെ ദാസനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയും, നീ തന്നെ പുറത്താക്കണമെന്ന്. കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ മേ വന്ന് അതിനെ പുറത്താക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ പ്രസംഗിക്കും. മകളെ, ഇത്രയും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം പറയാം. നീട്ടിക്കൊണ്ട് പോവാ, ഞാനും പോവാ. അഭിഷേകം പ്രാപിച്ചു. ഞാൻ കാണുന്ന ഒരു വെളിപ്പാട്, വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ അടുത്ത് വന്ന് എന്നോട് പറയാ, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ആ ഉറപ്പ് നിങ്ങൾക്കും തരാൻ പോവാ ദൈവം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നാട്ട്. പേടിക്കണ്ട. എന്നോട് പറയാം, പേടിക്കണ്ട. എന്ന് ഇത്രയും ആഴല് പറിച്ച് നിൽക്കുന്ന എന്നോട് പറയാം, പേടിക്കണ്ട. ദൈവത്തിന്റെ ആത്മാവിനോട് പറയാം, ഭയപ്പെടണ്ട. അടുത്ത എന്നോട് പറഞ്ഞറിയോ, വാഹനങ്ങളെല്ലാം പിടിച്ചു പറിക്കപ്പെട്ടല്ലേ,
വാഹനങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കാൻ പോവാന്ന്. സ്തോത്രം. എന്നോട് പറയാം, പ്ലെയിനേലും ട്രെയിനേലും കാറേലും നിരന്തരം സഞ്ചരിച്ച് അനേക ഇടങ്ങളിൽ നീ ദൂത് പറയാൻ പോവാന്ന്. നിങ്ങൾ ആരെങ്ങനൊക്കെ വ്യാഖ്യാനിച്ചാലും ആരെന്തെല്ലാം വിലയിരുത്തിയാലും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിട്ടല്ല, സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് ഞാൻ മടങ്ങിപ്പോകുകയാണ്. എന്നോട് പറയാണ്, ഹല്ലേലൂയ, നീ നിന്റെ ഭയങ്കര കാഴ്ചകൾ എനിക്ക് അതുവരെ വെളിപ്പാടില്ല, പ്രയോജനം ഒന്നുമില്ല. ഞാൻ കാണുന്നതെന്നറിയോ, എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തൊരു വലിയ ഹോൾ പണിതിരിക്കുന്നു, എൻ്റെ ഷെഡിനകത്ത് ധാരാളം വാഹനങ്ങൾ കിടക്കുന്നു, അതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഞാൻ പ്ലെയിനുകളിലൊക്കെ യാത്ര ചെയ്യുന്നു. നാം വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് രാത്രി 10:30 വിളിച്ചു പറഞ്ഞു, ഇവിടെ ഹോള് പണിയാൻ പോവാ, നാം പ്ലെയിനിൽ പോയി ഇത് പ്രസംഗിക്കാൻ പോവാ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 15ഓളം പേര്, അതിനകത്ത് ഹിന്ദുക്കളുണ്ട്, കനാനെ പള്ളി പോകുന്നവരുണ്ട്, പെന്തുക്കോസിലെ പാസ്റ്ററുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരെല്ലാം 15ഓളം പേര് കയറും. ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ഹോള് പണിയും, ഞാൻ പ്ലെയിനിൽ പോയി പ്രസംഗിക്കും. ഞങ്ങളുടെ വീട് ഞങ്ങൾ ചതിയായിരുന്നു, ഇത്രയും നാൾ ചതിയായിരുന്നു. എൻ്റെ അപ്പനെ കൊന്നതാ, എൻ്റെ അപ്പൻ മരിച്ചതല്ല, എൻ്റെ അപ്പനെ കൊന്നതാ. അപ്പം കയറി വന്ന ഒരുത്തൻ ചോദിക്കുക, എടാ ഇവന് വട്ടാടാ, ഇവന് എൻ്റെ ചേട്ടനോട് ഇവന് വട്ടാ ഇവന്. കാരണം എടാ നിന്റെ അപ്പന് അസുഖം വന്ന് മരിച്ചേറ്റിയോ, ആരും കൊന്നാ, കുഞ്ഞോനെ ആരും കൊന്നാന്നോടാ. ഇവൻ എന്തോ പറയുന്നേ? ചേട്ടനോട് പറഞ്ഞു, ഇവന് ഭ്രാന്താണ്, ഇവനെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, കൂടുവാണെങ്കിൽ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ മാത്രം എന്നോടൊരു ചോദ്യം ചോദിച്ചോണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. ആരെന്നെ കളിയാക്കിയാലും എന്നെ പഴിച്ചാലും എന്നെ എന്തെല്ലാം ചെയ്താലും എനിക്ക് ഒരു നാണക്കേടുമില്ല, എനിക്കിത് പ്രസംഗിക്കുന്നതിന് ഒരു മടിയില്ല. എന്നറിയോ, എൻ്റെ അമ്മ മാത്രം എന്നോട് ചോദിച്ചു, ശരിക്കും നിനക്ക് എന്നാ, ശരിക്കും എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ നമ്മളെ കളിപ്പിക്കുമായിരുന്നു സാത്താൻ, ഇത്രയും നാൾ നമ്മളെ വഞ്ചിക്കുമായിരുന്നു. നാട്ടുകാരെല്ലാം നോക്കിയിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മ പറയാ, അമ്മയുടെ ദേഹത്തോട്ട് കൈവച്ചിട്ട് സാത്താനെ അമ്മയെ വിട്ടു പോകുന്നു പറയാൻ. ആ കൂട്ടിയിരിക്കല്ലേ ഇന്ന് രാത്രി. അഭിഷേകമുള്ളൊരു വാതുറന്ന് മലകളോട് പറയണം, കടലിപ്പാൻ പറയണം. മോനെ, ഞാൻ അമ്മയുടെ ദേഹത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ രോഗിയാക്കിയ ദുഷ്ടാത്മാവേ, എൻ്റെ അമ്മയെ വിട്ടുപോ. ഇത്രയും പറയേ. അമ്മ ഇങ്ങനെ ഞെട്ടിയിട്ട് പറഞ്ഞു, എടാ എൻ്റെ നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് എന്തോ പോയടാ. അന്ന് രാത്രി സൗഖ്യമായി. പത്രോസിന്റെ അമ്മായിമ്മയുടെ പനിയെ യേശു ശാസിച്ചതുപോലെ ഇന്ന് രാത്രി ചില രോഗാത്മാക്കളെ ശാസിച്ച് പുറത്താക്കാൻ ആരും ഏറ്റെടുത്തില്ലേലും കർത്താവിന്റെ വാസന ഏറ്റെടുത്തോണം. ചിലതിനെ പുറത്താക്കാൻ നിന്റെ ആദരത്തിനകത്ത് എന്റെ ദൈവം ഒരു അധികാരം തരാൻ പോവുകയാണ്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ നിന്ന് അവൻ ബലം നിയമിക്കുകയാണ്. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കാൻ, നിനക്കെതിരെ വാടകോരുന്ന പൈശാചിക മണ്ഡലങ്ങളെ മിണ്ടാതാക്കാൻ നിന്റെ ആദരത്തിനകത്ത് ഒരു അധികാരം വെളിപ്പെടാൻ പോവാ. അത് പുത്രത്വത്തിന്റെ അധികാരമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചു വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രി ഒരു പകർച്ച ദൈവം തരാൻ പോവുകയാണ്. എനിക്കുള്ളത് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. സ്നാനപ്പെട്ട ദൈവമക്കൾ അതരം ചലിപ്പിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട് ഈ രാത്രി ഒരു പകർച്ചയുടെ രാത്രിയായി തീരട്ടെ. നഷ്ടപ്പെട്ട മഹത്വം, നഷ്ടപ്പെട്ട പ്രതാപം മനുഷ്യന് മടക്കി വരുത്തുന്ന എന്റെ കർത്താവിന്റെ ശക്തി അക്ഷക്കെട്ട മേധക്കെട്ട മൈതക്കാരം എല്ലാ കണ്ണുകളും അടച്ച് വാ തുറന്ന് കരമടിക്കാൻ കഴിയുന്നവർ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. നഷ്ടപ്പെട്ട മഹത്വം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. മാനവവർഗത്തിന്റെ അകത്തുനിന്ന് മോഷ്ടിക്കപ്പെട്ടു പോയതെല്ലാം, അറുത്ത് മുടിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോയതെല്ലാം ഈ ദിവസങ്ങളിൽ മടങ്ങി വരട്ടെ. മടങ്ങി വരുന്ന ദിവസങ്ങളായി തീരട്ടെ. ഓ, ഞങ്ങളുടെ സഹോദരന്മാരുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതെല്ലാം മടങ്ങി വരട്ടെ. മടങ്ങി വരുന്ന ദിവസങ്ങളായി തീരട്ടെ. അധരത്തെ ഒരു വടിയാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. കാറ്റ് അടങ്ങെന്ന് പറഞ്ഞ പോലെ പൗലോസിന്റെ മേൽ അനനിയാസ് കൈവെക്കുകയാണ്.